നമസ്കാരം. ശിരൂരിൽ ഇന്ന് 13ാം നാളിലേക്ക് അർജുനായുള്ള തെരച്ചിലെത്തുമ്പോൾ താത്കാലികമായി തെരച്ചിൽ നിർത്തിവച്ചിരിക്കുന്നു എന്ന ഏറ്റവും പുതിയ വിവരമാണെത്തുന്നത്. ഈശ്വർ മാൽപ്പയും സംഘവും നടത്തിയ പരിശോധനയും ഇന്നും വിഫലമായിരുന്നു. ചെളിയും പാറയും തകരഷീറ്റും തടിക്കഷ്ണങ്ങളും കണ്ടതൊഴിച്ചാൽ ലോറിയുടെ ഒരു സൂചനയുമില്ല. അർജുൻ എവിടെയെന്ന ചോദ്യത്തിനും ഉത്തരമില്ല. ഇപ്പോൾ കാലാവസ്ഥ ദൗത്യത്തെ കൂടുതൽ ദുഷ്കരമാക്കിയിരിക്കുന്നു. ദൗത്യം മാൽപ്പയെ അവസാനിപ്പിച്ചു. താൽക്കാലികമായി തെരച്ചിൽ പ്രക്രിയ പൂർണ്ണമായും നിർത്തിവെക്കുന്നു എന്ന തരത്തിലേക്ക് വിവരങ്ങൾ വരുമ്പോൾ MLA പറയുന്നത് നദി ശാന്തമാകാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ്. എന്നാൽ അതിനുള്ള സൂചനയുമില്ല. കാരണം അടുത്ത 21 ദിവസവും മഴ മുന്നറിയിപ്പുണ്ട്. ഇത് ദൗത്യത്തെ അനിശ്ചിതത്വത്തിലാക്കുന്നു. കാലാവസ്ഥ നന്നായാൽ ഉടൻ തന്നെ തെരച്ചിൽ പുനരാരംഭിക്കാൻ തയ്യാറാണ് എന്നുള്ള വിവരം കൂടി ഇപ്പോൾ ജില്ലാ ഭരണകൂടം അറിയിക്കുകയാണ്. ദൗത്യസംഘം എക്സിറ്റിലേക്ക് ന്യൂസ് ഈവനിംഗ് ആരംഭിക്കുന്നു. സ്വാഗതം. മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിൽ ഗംഗാവലി പുഴയിൽ നടത്തിയ തെരച്ചിലിൽ ട്രക്കിന്റെ ഭാഗങ്ങളോ ഇന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ശ്രമം വിഫലമായതിനെ തുടർന്ന് ഈശ്വർ മാൽപ്പയെ ദൗത്യം നിർത്തിവച്ചിരിക്കുന്നു. രക്ഷാപ്രവർത്തനം ദുഷ്കരമായിരുന്നുവെന്ന് കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിൽ പറഞ്ഞു. വെള്ളത്തിനിടയിൽ വലിയ മരമുണ്ട്. ചെളിയും കല്ലും ദൗത്യത്തിന് തിരിച്ചടിയായി. പരമാവധി ശ്രമം ഈശ്വർ മാൽപ്പയെ നടത്തിയെന്നും കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിൽ പറഞ്ഞു. Today we have tried with our Malpe Ishwar group as well as Navy and NDRF and SDRF and all local, important is local fishermen also. Inside the water, clay is there. On top of the clay, rock is there. On rock, again that banyan tree is there. More than 4 times size of this particular thing. That also he found, and yesterday he struck with some leg or something in that particular banyan tree also. Then he raised the hand and their rescue team went and they have taken him back, and again without any agitation again he has tried. Today also he has tried because it is a challenge for him. ദൗത്യത്തിൽ നിരാശയെന്നും പ്ലാൻ B വേണമെന്നും നേരത്തെ മഞ്ചേശ്വരം MLA AK അഷ്റഫ് പറഞ്ഞിരുന്നു. ഇപ്പം നമ്മൾ അവസാനമായി നിൽക്കുന്നത് നമ്മുടെ ഈശ്വർ മൽപ്പയുടെ ഒരു മുങ്ങലും കൂടി അവസാനിച്ചാൽ വാട്ട് ഈസ് ദ നെക്സ്റ്റ് എന്നുള്ള ചോദ്യം എൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. ഞാൻ അതാണ് ഇന്ന് ഡാറ്റ വെച്ചുകൊണ്ട് ബഹുമാനനായ കേരള നിയമസഭാ സ്പീക്കർ സംഷീർ, അതോടൊപ്പം ബഹുമാനനായ VD സതീശൻ പ്രതിപക്ഷ നേതാവ്, അവരൊക്കെ നിരന്തരമായി വിളിക്കുന്ന ആളുകളാണ്. കൃത്യമായി എൻ്റെ ഡാറ്റ ഞാനിന്ന് കൊടുക്കുന്നുണ്ട്. ആ രീതിയിലുള്ള ഒരു ശ്രമം ബഹുമാനനായ ഫോറസ്റ്റ് മിനിസ്റ്ററും റിയാസ് മിനിസ്റ്ററും കൃത്യമായി അവലോകനം നടത്തിയ ആളുകളാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു B പ്ലാൻ എന്നുള്ള രീതിയിലുള്ള ഒരു ഇടപെടലും കൂടി ആവശ്യകത നമ്മുടെ മുമ്പിൽ കാണുകയാണ്. അല്ലെങ്കിൽ ഇതേ രീതിയിലുള്ള ഒരു റിസൾട്ട് എന്നതിനപ്പുറം ഒരു മാറ്റം സംഭവിക്കാൻ സാധ്യതയില്ല. അതിനിടെ മണ്ണുമാന്തി യന്ത്രം ഗംഗാവലി പുഴയ്ക്ക് സമീപത്തു നിന്ന് മാറ്റി. ഉദ്യോഗസ്ഥർക്കായി നിർമ്മിച്ച താത്കാലിക ടെന്റ് അഴിച്ചു മാറ്റി. രക്ഷാദൌത്യം സംബന്ധിച്ച് യോഗം ചേർന്ന ശേഷം തീരുമാനം അറിയിക്കാമെന്ന് ഉത്തരകന്നഡ കളക്ടർ ലക്ഷ്മി പ്രിയ അറിയിച്ചിട്ടുണ്ട്. വൈകിട്ട് 6:30 ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി മംഗൾ വൈദ്യയുടെ അധ്യക്ഷതയിൽ യോഗം ചേരും. ഞങ്ങളുടെ പ്രതിനിധികൾ തത്സമയ വിവരങ്ങളുമായുണ്ട്. ആദ്യം ശ്രീകാന്തിലേക്ക്. ശ്രീകാന്ത്, ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നമുക്ക് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ ഈ സംവിധാനങ്ങളൊക്കെ അഴിച്ചു മാറ്റുകയാണ്. അതായത് താൽക്കാലികമായി രക്ഷാപ്രവർത്തനം പൂർണ്ണമായി നിർത്തിവെച്ചിരിക്കുന്നു അല്ലേ? അനുജ, ഇന്ന് ഉച്ചയ്ക്ക് തന്നെ നമ്മളത് പറഞ്ഞതാണ്. കർണാടക അവരുടെ എക്സിറ്റ് പ്ലാൻ നടപ്പാക്കാൻ തീരുമാനിച്ചു. നമ്മുടെ ജനപ്രതിനിധികളെ, മന്ത്രിമാരടക്കമുള്ളവരെ അക്കാര്യം ഇന്നലെ തന്നെ അറിയിച്ചു. ഇന്ന് രാവിലെ ഈ ഈശ്വർ മാൽപ്പയെ കൊണ്ടുവന്ന് ഒരു തവണ കൂടി ഒന്ന് മുങ്ങി നോക്കും. അതിനുശേഷം അവരിനി റിസ്ക് എടുക്കാൻ തയ്യാറല്ല. അവർ സ്വാഭാവികമായും എക്സിറ്റ് പ്ലാനിലേക്ക് പോകുമെന്ന് ഇന്നലെ വൈകിട്ടത്തെ യോഗത്തിൽ നമ്മുടെ ജനപ്രതിനിധികളെ, മന്ത്രിമാരെ അറിയിച്ചിരുന്നു. നമ്മളുടെ ജനപ്രതിനിധികൾ അത് ദൗത്യം തുടരണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷെ അവർക്ക് ഓർഡർ ഇടാൻ കഴിയില്ല. അത് ഈ സംസ്ഥാനത്തിന്റെ തീരുമാനമാണ്. അങ്ങനെ ഇന്ന് രാവിലെ കർണാടക അവരുടെ എക്സിറ്റ് പ്ലാൻ നടപ്പാക്കി തുടങ്ങി. ഇതിൽ നിന്നും അവർ പിന്നോക്കം പോയി തുടങ്ങി. ഈ ഈശ്വർ മാൽപ്പയെ കൊണ്ടുവന്നു. വൈകുന്നേരം വരെ ഇപ്പോൾ ഒരു തെരച്ചിൽ നടത്തി. ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല. ചെളിയും മണ്ണും കല്ലും അതോടൊപ്പം കുറെ കേബിളുകളും മരവും അല്ലാതെ യാതൊന്നും കാണാൻ കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത്. ഈ കലങ്ങി മറിഞ്ഞൊഴുകുകയാണ് ഇപ്പോഴും നദി. വിസിബിലിറ്റി 0യാണ്. ഒപ്പം നല്ല അടിയൊഴുക്കുമുണ്ട്. ഇനി 21 ദിവസത്തേക്ക് പ്രദേശത്ത് മഴയാണ് പ്രവചിച്ചിട്ടുള്ളത്. കനത്ത മഴ പ്രവചിക്കുന്നു എന്നുകൂടിയാണ് ഇപ്പോൾ ജില്ലാ ഈ MLA, കാർവാർ MLA പറയുകയും ചെയ്യുന്നത്. ഇതിൽ നിന്നും വ്യക്തമാകുന്നത് ഒറ്റ കാര്യമാണ്.
ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നടപടികൾ അവസാനിച്ചിരിക്കുന്നു. ഈ തെരച്ചിൽ എന്ന് ഇത്രയും നാൾ ഈ 13 ദിവസം നീണ്ടുനിന്ന തെരച്ചിൽ അത് താൽക്കാലികമായി നിർത്തിയെന്നാണ് MLA പറയുന്നത്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് പറയാം ഏറെക്കുറെ അത് പൂർണ്ണമായും നിർത്തി. അവർക്ക് അത് സംബന്ധിച്ച് ഇതിനെക്കുറിച്ച് എന്താണ് ഈശ്വർ മൽപെ പറയുന്നത്? ശ്രീകാന്ത്, അദ്ദേഹവും അദ്ദേഹത്തിന് ചെയ്യാവുന്നതിന്റെ പരമാവധി ചെയ്തിട്ടുണ്ട് ഇന്നലെ മുതൽ എന്ന് നമുക്കറിയാവുന്നതാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് ഇനി ഒന്നും ഈ സാഹചര്യത്തിൽ ചെയ്യാനില്ല എന്ന് നമ്മളോടൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ടോ? ഈശ്വർ മാൽപെ പറഞ്ഞ കാര്യങ്ങൾ ക്ഷമിക്കണം, ഈശ്വർ മാൽപെയും അതോടൊപ്പം തന്നെ ഈ MLAയും ഏറെക്കുറെ ഒരുപോലെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അവർ ആത്മവിശ്വാസമൊക്കെ പ്രകടിപ്പിച്ചിരുന്നു. ഈശ്വർ മാൽപെ അദ്ദേഹം കഴിവിന്റെ പരമാവധി ശ്രമിച്ചു, അടിത്തട്ടിലേക്ക് പോകാൻ ശ്രമിച്ചു. സീറോ വിസിബിലിറ്റിയാണ്, ഒപ്പം അടിയൊഴുക്ക് അതിശക്തമാണ്, അതിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. മണ്ണും ചെളിയും കല്ലും മരവും വന്ന് അടിഞ്ഞിരിക്കുകയാണ്, ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണ് എന്ന് ഈശ്വർ മാൽപെ വ്യക്തമാക്കുന്നു. അതിനാൽ ഇനിയൊരു പ്രതീക്ഷ ഈ രക്ഷാദൗത്യത്തിൽ തൽക്കാലം വയ്ക്കേണ്ടതില്ല. അത് തന്നെയാണ് ഈശ്വർ മാൽപെയുടെയും മാൽപെ സംഘത്തിന്റെയും ഇപ്പോഴത്തെ നിഗമനം. പക്ഷെ കാലാവസ്ഥ മാറുകയാണ് എന്നുണ്ടെങ്കിൽ, അത് അനുകൂലമാവുകയാണ് എന്നുണ്ടെങ്കിൽ ആ നിമിഷം തിരിച്ചെത്തി ദൗത്യത്തിൽ തുടരാൻ തയ്യാറാണ് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ടെന്ന് തോന്നുന്നു, അല്ലേ? അത് കാർവാർ MLAയുടെ വാക്കുകളും കൂടിയാണ്. പക്ഷേ അത് നടക്കാൻ പോകുന്നില്ല അനുജ. കാരണം അതൊരു ഈ എക്സിറ്റ് പ്ലാൻ നടപ്പാക്കുമ്പോൾ ഈ അറുത്ത് മുറിച്ചതുപോലെ വരാം. ഇപ്പോൾ മന്ത്രി PA മുഹമ്മദ് റിയാസ് മാധ്യമങ്ങളോട് ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള നിലയിലുള്ള നിലപാട് അവിടുത്തെ MLA തന്നെ പറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ പലരും അതുമായി ബന്ധപ്പെട്ട് വിളിച്ചു. അവിടെയുള്ള MLAമാർ ശ്രീ വിജിനും ശ്രീ രാജഗോപാലും ബന്ധപ്പെട്ടിരുന്നു. അർജുൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ടവരും ഈ വിവരം പെട്ടെന്ന് വിളിച്ചു പറഞ്ഞു. പെട്ടെന്നുള്ളൊരു വിവരമാണല്ലോ, അങ്ങനെ പറയാത്ത കാര്യങ്ങൾ. ഞങ്ങൾ ഇന്നലെ വരെ മീറ്റിങ്ങിൽ ഇരുന്നപ്പോൾ പറയാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ പെട്ടെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് ഒരു തരത്തിലും ഞങ്ങളാരുമായും ബന്ധപ്പെട്ടിട്ടില്ല. കാരണം എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പരസ്പരം സംസാരിച്ചാണ് ഇതിന് തുടക്കം മുതൽ. അവിടുത്തെ ജില്ലാ കളക്ടറെ ഞാനിപ്പോൾ വിളിച്ചു, നിലപാട് പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോട് സംസാരിച്ചു, അവിടെയുള്ള MLAമാരോട് സംസാരിച്ചു. അപ്പോൾ ദൗർഭാഗ്യകരമായ ഒരു നിലപാടാണ് അവിടുത്തെ MLA സർക്കാർ ആലോചിക്കുന്നു എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇപ്പോൾ അവിടെ നിന്നും വിജിൻ MLA പറഞ്ഞത് ഇപ്പോൾ തെരച്ചിൽ പ്രവർത്തനം നിർത്തി എന്നുള്ളതാണ്. ഇന്നലെ ഇതിലും വലിയ കാലാവസ്ഥ പ്രതികൂലമായിരുന്നിട്ടും ഇന്നലെ നമുക്കറിയാം വളരെ വൈകിയും തെരച്ചിൽ നടന്നിരുന്നു. എന്നാൽ ഇന്ന് കാലാവസ്ഥ കുറെ കൂടി അനുകൂലമാണ്, ജലനിരപ്പ് കുറഞ്ഞു. അങ്ങനെയുള്ള ഘട്ടത്തിൽ 3-3:30 മണിക്ക് തെരച്ചിൽ നിർത്തുകയാണ്. ഇപ്പോൾ കളക്ടറുമായിട്ട് സംസാരിച്ചു. അപ്പോൾ മന്ത്രി വരാനുണ്ട് എന്നാണ് പറഞ്ഞത്. അവിടേക്ക് മന്ത്രി വരാനുണ്ടെങ്കിൽ മന്ത്രിയുമായിട്ടുള്ള മീറ്റിംഗ് ഒരു ഭാഗത്ത് നടക്കാം, തെരച്ചിൽ വേറെ ഭാഗത്ത് നടത്താം. മന്ത്രിമാരല്ലല്ലോ വെള്ളത്തിലിറങ്ങി തെരച്ചിൽ നടത്തുന്നത്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരല്ലല്ലോ. അതൊരു വഴിക്ക് മീറ്റിംഗ് ആയിട്ട് നടത്താം. എന്നാൽ അതിലൊരു വ്യക്തത വന്നിട്ടില്ല. പ്രധാനമായും എടുത്ത 3 തീരുമാനങ്ങളുണ്ട്. രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് എല്ലാ വിദഗ്ധരുമായി ചർച്ച ചെയ്തു, ഒരു തടസ്സവുമില്ല എന്ന് പറഞ്ഞ 3 തീരുമാനങ്ങൾ. ഒന്ന് പ്ലാന്റൂണിൻ്റെ കാര്യമാണ്. ചങ്ങാടം പോലെ വെള്ളത്തിലിട്ട് പ്ലാന്റൂൺ വഴി രക്ഷാപ്രവർത്തനം കുറെ കൂടി നന്നായി നടത്താൻ പറ്റുമെന്നുള്ള ഇതിൻ്റെ ഭാഗമായി ഇന്ന സ്ഥലത്ത് നിന്ന് പ്ലാന്റൂൺ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ആ തീരുമാനം ഞങ്ങളവിടെ ഫിസിക്കലി മീറ്റിംഗ് ഇരുന്ന് തീരുമാനിച്ച് വൈകുന്നേരം പിരിഞ്ഞ് അന്ന് രാത്രി 12:30 മണി വരെ പ്ലാന്റൂൺ വരില്ല എന്നുള്ള വിവരമില്ല. 12:30 മണിക്കാണ് രാത്രി ഞങ്ങളും അവിടെയുള്ള MLAമാരൊക്കെ പിരിഞ്ഞത്. പിറ്റേന്ന് രാവിലെ നടന്ന മീറ്റിങ്ങിൽ പ്ലാന്റൂൺ കൊണ്ടുവരുന്നതിന് തടസ്സമുണ്ടെന്ന് പറഞ്ഞു. ശക്തമായി ഞങ്ങൾ അതിനെതിർത്തു. അപ്പോൾ രാജസ്ഥാനിലോ മറ്റുള്ള സംഘത്തെ കൊണ്ടുവരാൻ, പ്ലാന്റൂൺ കൊണ്ടുവരാൻ വേണ്ടി പറ്റും, ഇന്നു മുതൽ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കാമെന്ന് ഉറപ്പ് നൽകി. എന്നാൽ ഇന്ന് പ്ലാന്റൂൺ വന്നിട്ടില്ല. എന്താണ് പ്ലാന്റൂൺ കൊണ്ടുവരുന്നതിൻ്റെ തടസ്സം? ഒരു മീറ്റിങ്ങിൽ ഒരു ഗവൺമെൻറ്റിനെ പ്രതിനിധീകരിച്ച് ഗവൺമെൻറ്റിൻ്റെ നിലപാട് പറയുകയാണ്, ഇന്ന സമയം മുതൽ പ്ലാന്റൂൺ വെച്ച് പരിശോധന നടത്താമെന്ന് പറഞ്ഞ ആ നിലപാടിൽ നിന്നും എന്തുകൊണ്ട് പുറകോട്ട് പോയി? അങ്ങനെ ഒരു തീരുമാനം കൈക്കൊള്ളുന്നുണ്ടെങ്കിൽ, അങ്ങനെ തീരുമാനം കൈക്കൊള്ളുമ്പോൾ എല്ലാ ഭാഗവും ആലോചിക്കണമല്ലോ. അങ്ങനെ എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം കൈക്കൊള്ളാൻ പാടില്ല. അപ്പോൾ പറയണ്ടേ അങ്ങനെ ഒരു തടസ്സമുണ്ട് എന്ന്? അത് പറയാൻ തയ്യാറാവാൻ ശരിയായില്ല. തഗ് ബോട്ടിൻ്റെ കാര്യം, തഗ് ബോട്ട് എന്ത് വന്നാലും തഗ് ബോട്ട് കൊണ്ടുവരാൻ വേണ്ടി പറ്റുമെന്ന് പറഞ്ഞപ്പോൾ ഇന്നലെ എത്തിയില്ല, ഇന്നും എത്തുമെന്ന് പറഞ്ഞ് ഇന്നും എത്തിയിട്ടില്ല. എന്താണ് അതിനുള്ള തടസ്സം? തഗ് ബോട്ട് കൊണ്ടുവരുന്നതിന് എന്താണ് തടസ്സം? ഡ്രഡ്ജിങ്,
ഡ്രഡ്ജിങ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ഒരു പാലമാണ് തടസ്സം, അത് പരിഹരിക്കുമെന്ന് പറഞ്ഞു, അതും ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു രക്ഷാദൗത്യം ഇനിയിപ്പോൾ ലക്ഷ്യത്തിലെത്തില്ല എന്ന് 100% ഉറപ്പുണ്ടെങ്കിൽ നിർത്താൻ മറ്റെന്ത് വഴിയെന്ന് ചോദിക്കുമ്പോൾ അതിന് പറയാനുള്ളത് ഇതൊക്കെ നമ്മൾ രക്ഷാപ്രവർത്തനത്തിൻ്റെ സാധ്യതകളായി കണ്ടതല്ലേ ഈ 3 വഴികളും. ഈ 3 വഴികളും തേടി അതും പരിശോധിച്ച് അത് ഫെയിലിയർ ആവുകയാണെങ്കിൽ ഇപ്പോൾ ഉള്ളൊരു നിലപാട് പറയുകയാണെങ്കിൽ ആ പറയുന്ന വാദത്തെ ന്യായീകരിക്കാം. എന്നാൽ അങ്ങനെയാണോ ഇത്? അപ്പം സാധ്യതകളെ ഉപയോഗപ്പെടുത്തുന്നില്ല. പിന്നെ പറയുന്നത് ഇനി 21 ദിവസം കനത്ത മഴയാണ്. പ്രതികൂല കാലാവസ്ഥയിലും നമുക്ക് ഇത്തരം സംവിധാനങ്ങൾ ഈ പരിമിതിയിൽ നിന്നുകൊണ്ട് എങ്ങനെ രക്ഷാദൗത്യം നടത്താനാകുമെന്നുള്ളത് പരിശോധിക്കാവുന്നതാണ്. പലയിടത്തും നമ്മളങ്ങനെ പരിശോധിച്ചിട്ടുണ്ട്, മുന്നോട്ട് വന്നിട്ടുമുണ്ട്. മുന്നോട്ട് പോകുന്ന സ്ഥിതി പല സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട്. പല നിലയിലും നമുക്ക് അത്തരം നിലപാട് സ്വീകരിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി നേവൽ ബേസ്, ഇന്ത്യയിലെ ഏറ്റവും ഫൈനസ്റ്റ് നേവൽ ബേസ് ഉള്ളത് ഈ കർണാടകയിലല്ലല്ലോ. ഇപ്പോൾ പറഞ്ഞ നേവൽ ബേസാണോ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് നേവൽ ബേസ് സംവിധാനം? മറ്റ് പല സ്ഥലങ്ങളിലും ഇല്ലേ? കേരളത്തിലെ മുഖ്യമന്ത്രി തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെൻറ്റിന് കത്തയച്ചിരുന്നു. നേവൽ ബേസിലെ ഏറ്റവും സാധ്യതയുള്ള ഡൈവേഴ്സിനെയും മറ്റ് സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തണം. അങ്ങനെ സാധ്യതയുണ്ടോ? ആ സാധ്യത പരിശോധിച്ചിട്ടുണ്ടോ? ആ സാധ്യത പരിശോധിച്ച് അതിൽ നിന്നും പുറകോട്ട് പോയതാണോ? അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ നേവൽ സാധ്യതയുള്ള ബേസാണ് ഇതൊന്നും അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്തതെന്ന് പറയാൻ വേണ്ടി പറ്റുമോ? ഇപ്പം എന്തുകൊണ്ട് അത് പരിശോധിക്കുന്നില്ല? അപ്പോൾ ഇനിയും ഒരുപാട് സാധ്യതകളുണ്ട്. ആ സാധ്യതകൾ പരിശോധിക്കാതെ ഇങ്ങനെ നിർത്തിവെക്കുന്ന നിലപാട് എന്ന് ഇപ്പോൾ ഇവിടെ MLA പ്രഖ്യാപിച്ചതിൽ നിന്ന് പുറകോട്ട് പോകാൻ കർണാടക ഗവൺമെൻറ് തയ്യാറാകണം. ഇത് ദൗർഭാഗ്യകരമാണ്. ഒരു തരത്തിലും ഇത് അംഗീകരിക്കാവുന്ന ഒരു നിലപാടല്ല. അതിൽ നിന്ന് പുറകോട്ട് പോകണം. ഇന്ന് ഫിഷറീസ് വകുപ്പ് മന്ത്രി അവിടെ വൈകിട്ട് വരുന്നു എന്ന് പറയുന്നു. ഫിഷറീസ് വകുപ്പ് മന്ത്രി ഇപ്പോൾ ഞങ്ങൾ ഫോൺ ചെയ്തു, ഫോണിലിപ്പോൾ കിട്ടിയിട്ടില്ല, ഒന്നും കൂടി ട്രൈ ചെയ്യാം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇടപെടൽ നടത്തുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഫിഷറീസ് മന്ത്രി വന്നുകൊണ്ട് ഇപ്പോൾ എടുത്തിട്ടുള്ള ഈ തീരുമാനത്തിൽ നിന്ന് പുറകോട്ട് പോകണം. സാധ്യതകൾ ഇനിയുണ്ട്. നമ്മൾ ഒരുമിച്ച് ചർച്ച ചെയ്ത് തീരുമാനിച്ച കാര്യങ്ങളില്ലേ? കേരളത്തിലെ ഗവൺമെൻറ്റിലെ പ്രതിനിധികളായ മന്ത്രിമാർക്കും MLA മാർക്കും അവിടെ വരാനും അഭിപ്രായങ്ങൾ പറയാനേ പറ്റൂ. കാര്യങ്ങൾ നടപ്പിലാക്കാൻ ഭരണഘടനാപരമായി തടസ്സങ്ങളുണ്ടെന്ന് നമുക്കറിയാം. എന്നാൽ വളരെ പോസിറ്റീവായി എല്ലാവരും ചർച്ച ചെയ്ത് എടുത്ത തീരുമാനമുണ്ടല്ലോ. ആ തീരുമാനത്തോടെ എല്ലാവരും യോജിച്ചതല്ലേ? ആ യോജിച്ചെടുത്ത തീരുമാനം 3 എണ്ണമാണിപ്പോൾ തീരുമാനിച്ച് നടപ്പിലാക്കാതെ പോകുന്നത്. അപ്പോൾ അത് ഒരു തരത്തിൽ ശരിയല്ല. അതുകൊണ്ട് യോഗമെടുത്ത തീരുമാനങ്ങൾ നടപ്പിലാക്കണം. യോഗമെടുത്ത തീരുമാനങ്ങൾ നടപ്പിലാക്കുന്ന പോലെ തന്നെ അവിടെ ഇതൊക്കെ ഏകോപിപ്പിക്കാനും ഇടപെടാനുള്ള സംവിധാനങ്ങൾ ഒരുക്കി മുന്നോട്ട് പോകണം. ഇപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യം ദൗർഭാഗ്യകരമാണ്. അതിൽ നിന്നും കർണാടക ഗവൺമെൻറ് പിറകോട്ട് പോകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കർണാടക സർക്കാരിന് താല്പര്യക്കുറവാണോ ഈ ഇതിൽ നിന്ന്? അല്ല, ഞാൻ അതിൻ്റെ മറ്റൊരു വിവാദത്തിലേക്കും പോകുന്നില്ല. ഇതിൻ്റെ തുടക്കം മുതൽ ഇതുവരെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ഞങ്ങൾ മന്ത്രിമാരും ഗവൺമെൻറ്റും എടുത്തിട്ടുള്ളൊരു നിലപാടുണ്ട്. ഒരു വിവാദത്തിലും പോവാതെ കർണാടക ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംവിധാനത്തെ കുറ്റപ്പെടുത്താനോ ഞങ്ങൾ തയ്യാറായിട്ടില്ല. അതല്ല വേണ്ടത്. അങ്ങനെ ചെയ്യുന്നൊരു രീതി പൊതുവെ ഇത്തരം ഘട്ടങ്ങളിൽ വേണ്ട എന്ന നിലപാടാണുള്ളത്. അത് പരമാവധി ആ നിലയിൽ തന്നെ ഇടപെട്ട് സഹകരിച്ച് അവിടെ ഇതുമായി ബന്ധപ്പെട്ട് കഠിനാധ്വാനം ചെയ്തവരുണ്ട്. അവരെല്ലാം അംഗീകരിക്കുകയാണ്. അവരുടെ എല്ലാം കഠിനാധ്വാനത്തെ അതേ അർത്ഥത്തിൽ കാണുകയാണ്, എല്ലാ നിലയിലും കാണുകയാണ്. അതിലൊന്നും ഒരു തർക്കമില്ല. എന്നാൽ നമുക്കിനിയും സാധ്യതയില്ലേ? ആ സാധ്യത ഉപയോഗപ്പെടുത്തണ്ടേ? ആ സാധ്യതകൾ ഉപയോഗപ്പെടുത്താതെ നമ്മൾ പിറകോട്ടടിക്കുന്ന ഒരു നിലപാട് ഇത്ര തിരക്ക് പിടിച്ച് എടുക്കുന്നത് ശരിയാണോ? അങ്ങനെ എടുത്തു പോകുന്നത് ശരിയാണോ? ആ സാധ്യതകൾ കൂടി പരിശോധിക്കട്ടെ. ഇപ്പോൾ ഞാനീ പറഞ്ഞ 3 സാധ്യതകൾ യോഗത്തിൽ കർണാടക ഗവൺമെൻറ്റിനെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തവരും അംഗീകരിച്ചാണ്, ജില്ലാ ഭരണകൂടം അംഗീകരിച്ചാണ്, എല്ലാവരും ഒരുമിച്ച് അംഗീകരിച്ചാണ്. അത് സാധ്യതയാണെന്ന് കണ്ടതുകൊണ്ടാണല്ലോ അംഗീകരിച്ചത്. എന്തെങ്കിലും ഒരു സാധ്യത, അതൊരു ശ്രമം, അതിൽ നമ്മളൊരു 1% പുറകോട്ട് പോയാൽ നമ്മൾ ദൗത്യം തടസ്സമാകും, ലക്ഷ്യത്തിലെത്തുന്നതിന് തടസ്സമാകും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണ്ടേ? അതുകൊണ്ട് എല്ലാ സാധ്യതയും ഉപയോഗപ്പെടുത്തണം. ഇതാണ്. അതുകൊണ്ട് മറ്റാരെയും കുറ്റപ്പെടുത്താൻ തുടക്കം മുതലേ ഞങ്ങളെടുത്തൊരു നിലപാടിന്ന് പുറകോട്ടൊന്നും പോകുന്നില്ല. ഇപ്പോൾ ആരെങ്കിലും കുറ്റപ്പെടുത്താനോ അനാവശ്യ വിവാദങ്ങളിലേക്ക് പോകാനൊന്നും താല്പര്യമില്ല. പക്ഷേ എടുത്ത തീരുമാനം 3 കാര്യങ്ങൾ നടപ്പിലാക്കാതെ പെട്ടെന്ന് ഞങ്ങൾ ആരുമായും ബന്ധപ്പെടാതെ ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുന്നത് ശരിയല്ല. അതിൽ നിന്നും കർണാടക ഗവൺമെൻറ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പുറകോട്ട് പോകണം എന്നുള്ളതാണ് അഭ്യർത്ഥിക്കേണ്ടത്. ഈ ദൗത്യത്തിൽ നേരിട്ട് കേരള സർക്കാർ ഏതെങ്കിലും തരത്തിലുള്ള സഹായം ചെയ്യുന്ന കാര്യം പരിഗണിക്കുന്നുണ്ടോ? അല്ല, കേരള സർക്കാർ ചെയ്യാൻ പറ്റുന്ന, ഭരണഘടനാപരമായി ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യവും കേരള സർക്കാർ ചെയ്യുന്നുണ്ട്. ഈ സംഭവം നടന്ന അന്ന് മുതൽ ഞങ്ങൾ എല്ലാ നിലയിലും അവരെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അത് കോൺടാക്ട് ചെയ്ത് പരമാവധി ആ നിലയിൽ തന്നെ ഇടപെട്ടു. പിന്നെ ഒരു MLA മാരുടെ ഒരു സംഘത്തെ പറഞ്ഞയച്ചു.
മറ്റൊരു സ്റ്റേറ്റാണ്. അവിടെ പോയി മന്ത്രിമാർ തമ്പടിച്ച് നിന്ന് കാര്യങ്ങൾ മറ്റൊരു സ്റ്റേറ്റിൻ്റെ കാര്യത്തിൽ ഇടപെടാൻ പറ്റില്ല, നമുക്കറിയാം. എന്നാൽ ഒരു 8-10 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തന്നെ നേരിട്ട് പോയി. കാരണം ഇതുണ്ടായ ഉടനെ തന്നെ പോകുന്നതും ഒരു ഉടനെ പോയാൽ അത് വേറെ നിലയിലുള്ള സംസാരം വരും, മറ്റു നിലയിൽ ഇടപെടുന്നു എന്നുള്ള അങ്ങനെയൊന്നും ആവശ്യമില്ല. അവരെ വിശ്വാസമുള്ളത് കൊണ്ടാണ്, ആ ഗവൺമെൻറ്റിനെ വിശ്വാസമുള്ളത് കൊണ്ടാണ് ചെയ്തത്. ആ നിലയിലാണ് നിലപാട് സ്വീകരിച്ചത്. എന്നാൽ പിന്നീട് അവിടെ തീരുമാനത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ പോയി. ആ പോയതിൻ്റെ ഭാഗമായിട്ട് ചില ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്തു, അത് തീരുമാനിച്ചു. ആ തീരുമാനം അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട കർണാടക ഗവൺമെൻറ്റിനെ പ്രതിനിധീകരിക്കുന്നവർ പ്രഖ്യാപിച്ചു. നിങ്ങളൊക്കെ ടി വിയിൽ കണ്ടതല്ലേ? ആ പ്രഖ്യാപിച്ച കാര്യങ്ങൾ എന്താണ് നടപ്പിലാക്കാത്തത്? ഇത് ന്യായമായൊരു ചോദ്യമല്ലേ? ഇതൊരു മന്ത്രി എന്നുള്ള നിലയിൽ എൻ്റെ ചോദ്യമല്ല, ഒരു പൗരൻ എന്നുള്ള നിലയിലുള്ള ചോദ്യമാണ്. ഈ കാണാതായ അർജുൻ ഉൾപ്പെടെയുള്ള 3 പേരെ കണ്ടെത്താൻ എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ ആ സാധ്യത ഉപയോഗപ്പെടുത്തണമെന്ന് ലോകത്ത് എവിടെയുമുള്ള മലയാളികൾ ഉൾപ്പെടെയുള്ള മനുഷ്യരുടെ ഒരു ചിന്തയാണ് ഞാൻ പങ്കുവെക്കുന്നത്. ആ നിലയിൽ ഇപ്പോൾ പ്രഖ്യാപിച്ച തീരുമാനത്തിൽ നിന്നും കർണാടക ഗവൺമെൻറ് പിറകോട്ട് പോകണം എന്നുള്ളത് അഭ്യർത്ഥിക്കുക. ഈ ഫ്ലോട്ടിംഗ് പ്ലാറ്റ്ഫോം അടക്കം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരേണ്ടതെന്നാണ് അവർ പറയുന്നത്. ബാർജ് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരണം. നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള അല്ല, ഞാൻ പറയുന്നത് ഇതൊക്കെ തീരുമാനം എടുക്കുന്ന സമയത്ത് ഇതായിരുന്നില്ലല്ലോ അഭിപ്രായം. തീരുമാനം എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു അഭിപ്രായം വന്നില്ലല്ലോ. നമ്മളിത് എല്ലാ ഭാഗവും അന്വേഷിച്ചിട്ടാണല്ലോ നമ്മളിതൊക്കെ പറയുക. നിങ്ങൾ ഇത്തരം പ്രവർത്തനങ്ങൾ കണ്ടവരാണ്. എല്ലാ കാര്യവും അന്വേഷിച്ച് എല്ലാ സംവിധാനവും അന്വേഷിച്ചിട്ടല്ലേ ഒരു യോഗത്തിൽ തീരുമാനമായിട്ട് വരിക. ഒരു യോഗത്തിൽ തീരുമാനമാകുന്നു, അതൊരു രഹസ്യ തീരുമാനമല്ല, അത് പരസ്യപ്പെടുത്തുന്നു. അങ്ങനെ പരസ്യപ്പെടുത്തിയ ഒരു തീരുമാനത്തിൽ നിന്ന് പിന്നെ പുറകോട്ട് പോകുന്നത് ഇവിടെ ഇല്ല അവിടെയാണ്, അവിടെ ഇല്ല ഇവിടെയാണെന്ന് പറയുന്നത് ഒരു സർക്കാർ സംവിധാനത്തിൽ ശരിയാണോ? അതുകൊണ്ട് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള നിലപാടിൽ നിന്നും കർണാടക ഗവൺമെൻറ് പിറകോട്ട് പോകണമെന്ന് അഭ്യർത്ഥിക്കുക. നിലവിലിപ്പോൾ അവിടെ നിന്ന് വരുന്ന നിലപാട് തീരുമാനം ദൗർഭാഗ്യകരമെന്നാണ് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞത്. ആ നിലപാട് തിരുത്താൻ കർണാടകം തയ്യാറാകണം. യോഗത്തിൽ 3 തീരുമാനങ്ങൾ നേരത്തെ കൈക്കൊണ്ടതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഫ്ലോട്ടിംഗ് പോൺടൂൺ എന്നുള്ളത്. അതെന്തുകൊണ്ട് കൊണ്ടുവന്നില്ല എന്നതിൽ വിശദീകരണമില്ല. മറ്റൊന്ന് ടഗ് ബോട്ടുകൾ കൊണ്ടുവരുമെന്ന് പറഞ്ഞു, പക്ഷേ അത് കൊണ്ടുവന്നില്ല. അതിനെവിടെയാണ് തടസ്സം നേരിട്ടത് എന്നത് ഇപ്പോൾ വ്യക്തമല്ല. ഡ്രഡ്ജിങ്ങിന് പാലം തടസ്സമാണോ എന്ന് പറഞ്ഞു, പക്ഷേ ആ തടസ്സം പരിഹരിക്കുമെന്ന് പറഞ്ഞു. അതും പരിഹരിച്ചിട്ടില്ല, അതും നിർത്തിവെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നത് എന്നത് ഇതുവരെ അറിയിച്ചിട്ടില്ല തങ്ങളെ ഔദ്യോഗികമായി എന്ന് മന്ത്രി പറയുന്നു. ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല കേരളത്തിന്റെ ആ നിലപാട് ഇതിനോടകം തന്നെ അദ്ദേഹം കളക്ടറുമായൊക്കെ സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പരിമിതിയിൽ നിന്നുകൊണ്ട് രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയും. എന്തുകൊണ്ടാണ് ആ സാധ്യതകളെക്കുറിച്ച് കർണാടകം ചിന്തിക്കാത്തത്? എന്നാൽ ആരെയും കുറ്റപ്പെടുത്താനോ വിവാദങ്ങൾക്കോ ഇല്ല എന്നാണ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. ഏതായാലും ശക്തമായ വിയോജിപ്പ് കേരളം അറിയിച്ചിരിക്കുകയാണ്. തെരച്ചിൽ നിർത്തിവെക്കാനുള്ള തീരുമാനത്തിനെതിരെയുള്ള പ്രതികരണം അതാണിപ്പോൾ മന്ത്രി PA മുഹമ്മദ് റിയാസ് നടത്തിയത്. തെരച്ചിൽ നിർത്തിവെച്ചു എന്ന് M. വിജിൻ MLA അവിടെ നിന്ന് അറിയിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം പറയുന്നു. ഇന്നലെ പ്രതികൂല കാലാവസ്ഥയായിരുന്നു, പക്ഷേ ഇന്നലെ വൈകിട്ട് വരെ തെരച്ചിൽ നടത്തി. ഇന്നിപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇത് അവസാനിപ്പിക്കുന്നു. എന്തുകൊണ്ട് എന്നുള്ളത് അവ്യക്തമാണ്. അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന കേരളത്തിന്റെ നിലപാട്. ഹാഷ്മി താജ് ഇബ്രാഹിം കൂടിയുണ്ട്. ഹാഷ്മി, ഇപ്പോൾ ഇത് 2 സർക്കാരുകൾ തമ്മിലുള്ളൊരു അഭിപ്രായ ഭിന്നത എന്നതിലേക്കൊന്നും നമ്മൾ കൊണ്ടുവരേണ്ടതില്ല. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ കൈക്കൊണ്ടത് എന്തുകൊണ്ട് നടപ്പാക്കാൻ പറ്റിയിട്ടില്ല എന്ന് മന്ത്രി ചോദിക്കുകയാണ്. കാരണം അദ്ദേഹം കൂടി പങ്കെടുത്ത യോഗത്തിലാണ് ഈ തീരുമാനങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോഴും തടസ്സങ്ങൾ ചിലതുണ്ടെങ്കിലും അതെല്ലാം നടപ്പാക്കും, അതൊക്കെ കൊണ്ടുവരുമെന്ന് പറഞ്ഞത് എവിടെയാണ് അത് പിഴച്ചു പോയത് എന്ന് ഞങ്ങളെ ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല. ഇപ്പോൾ ഇതൊക്കെ അവസാനിപ്പിക്കുന്നു കാലാവസ്ഥയുടെ പേരിൽ എന്ന് പറയുമ്പോൾ അത് ന്യായമായ ഒരു സംശയം തന്നെയല്ലേ ഹാഷ്മി? അനുജ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ പ്രിയപ്പെട്ട അർജുനെ തേടിയുള്ള രക്ഷാപ്രവർത്തനം തീരുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. അതല്ലാതെ ഇതേതെങ്കിലും തരത്തിൽ താൽക്കാലികമായി അവസാനിക്കുന്നു, അല്ലെങ്കിൽ കാലാവസ്ഥ മെച്ചപ്പെടുമ്പോഴേക്കും കൂടുതൽ ആളുകൾ കൊണ്ടുവരാം, കാലാവസ്ഥ മെച്ചപ്പെടുമ്പോഴേക്കും കൂടുതൽ സൗകര്യങ്ങൾ കൊണ്ടുവരാം, അല്ലെങ്കിൽ കാലാവസ്ഥ മെച്ചപ്പെടുമ്പോൾ ഈശ്വർ മാൽപ്പയെ വീണ്ടും വിളിക്കാം എന്നൊക്കെയുള്ളത് മധുരവാക്കുകൾ മാത്രമാണ്. നമ്മുടെ പ്രിയപ്പെട്ട അർജുനെ തേടിയുള്ള ഗംഗാവലി പുഴയിലെ തിരച്ചിൽ ദ എൻഡ് എന്ന് വേണമെങ്കിൽ കൃത്യമായി പറയാവുന്ന, അതവർ തുറന്ന് സമ്മതിക്കുന്നത് അതാണ് സംഭവിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പോയ 16-ാം തീയതി മുതൽ ഈ 28-ാം തീയതി വരെ ഒന്നും ചെയ്തില്ല എന്ന് പറയുന്നില്ല. ചെയ്യാവുന്ന എന്ന് പറഞ്ഞാൽ 16-ാം തീയതി മുതൽ ഒരു 20-21-ാം തീയതി വരെ ഈ പറയുന്ന എന്താണ് ചെയ്യുന്നില്ല എന്നുള്ള വിമർശനം ഉയരുന്നു. അതിനുശേഷം മാധ്യമ ഇടപെടൽ ഉണ്ടാകുന്നു, രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടാകുന്നു. അതിനുശേഷം ആ സംവിധാനങ്ങൾ സിസ്റ്റം ഓൺ ആവുന്ന കാഴ്ച നമ്മൾ കണ്ടു. നമ്മളവിടെ പോയി നേരിട്ട് കണ്ടതാണ്.
അവിടെ പരമാവധി ശ്രമങ്ങൾ എത്തുന്നു, നേവിയുടെ സംഘം അവിടെ എത്തുന്നു. അതിനുശേഷം എല്ലാ ദിവസം എന്നോണം ഈ ഗംഗാവലി പുഴയിലേക്ക് ഇറങ്ങാനുള്ള ശ്രമങ്ങൾ നടത്തിയത് കണ്ടു. ഒന്നും വിജയിക്കാത്ത പശ്ചാത്തലമുണ്ടായി. പല രീതിയിൽ പല രീതിയിൽ ഓരോരോ പാറൽ സമാന്തര അറേഞ്ച്മെന്റ് ചെയ്യാൻ ശ്രമിച്ചു, ഒന്നും നടന്നില്ല. ഏറ്റവും ഒടുവിലാണ് ഈശ്വർ മാൽപേ സംഘം വന്നത്. ഈശ്വർ മാൽപേ ഇത്തരത്തിലുള്ള 1000-ലധികം ദൗത്യങ്ങളിൽ പങ്കെടുത്ത ആളാണ്. ഒരുപാട് പേര് ജീവനോടെ രക്ഷപ്പെടുത്തിയ ആളാണ്. ഒരുപാട് മൃതദേഹങ്ങൾ കടലിനടിയിലും പുഴക്കടിയിൽ നിന്നും കണ്ടെടുത്ത ആളാണ്. അപ്പോൾ ഈശ്വർ മാൽപേയിൽ പ്രതീക്ഷയുണ്ടായിരുന്നു. എവിടെയാണ് ഈ പുഴയുടെ കുത്തൊഴുക്കിലേക്ക് ഇറങ്ങാൻ നേവി സംഘം ധൈര്യപ്പെടാത്തിടത്ത് ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ഈശ്വർ മാൽപേ ഇറങ്ങി എന്നുള്ള സത്യം, അത് വലിയ കാര്യം. ഈശ്വർ മാൽപേ ഏറ്റവും ഒടുവിൽ പറയുന്നുണ്ട്, അർജുൻ്റെ വീട്ടുകാരുടെ സങ്കടം കണ്ട് താങ്ങുന്നില്ല, എന്നെ വിളിച്ചാൽ ഞാൻ ഇനിയും വരും എന്ന് ഈശ്വർ മാൽപേ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ വിശാലമായ ഒരു വിശാലത എന്നേ പറയേണ്ടതുള്ളൂ. എന്തായാലും ആ ദൗത്യം ഏറ്റവും ഒടുവിൽ നമ്മൾ ഈ ദൗത്യത്തിൻ്റെ 10ാം നാൾ ഒരു രാത്രി നമ്മൾ ഈ രാത്രി ദുരന്തമുഖത്ത് ഞാനും ശ്രീകാന്തിനോടെ പോയതാണ്. അവിടെ പോകുമ്പോൾ ആ സമയത്ത് ആ 10ാം ദിവസം അവിടെ വെച്ചിട്ടാണ് കാർവാർ എസ് പി നമ്മളോട് പറയുന്നത്, അർജുൻ ഈ ചായക്കടയിലേക്ക് കയറിപ്പോയോ എന്നൊരു സംശയമുണ്ട് എന്ന് പറഞ്ഞാൽ, ലക്ഷ്മണന്റെ ചായക്കടയിലേക്ക് കയറിപ്പോയോ എന്നൊരു സംശയം ഒരു ദൃക്സാക്ഷി പറഞ്ഞു എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അവിടുന്ന് വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഫ്രഷായി ഒരാൾ ലോറിയിൽ നിന്ന് ഈ കടയിലേക്ക് കയറിപ്പോകുന്നത് കണ്ടു എന്നുള്ളതായിരുന്നു ആ ദൃക്സാക്ഷി മൊഴി. അപ്പോൾ തന്നെ സംശയം തോന്നുന്നു, എന്തുകൊണ്ടാണ് ഈ 10ാം ദിവസം ഇത്രയും നാളും ഇല്ലാതിരുന്നൊരു സംശയം ഈ 10ാം നാൾ ഇപ്പോഴത്തെ ഉന്നയിക്കുന്നതിന് കാരണം എന്താണ്? അതിന് പ്രകാരം എക്സ്കവേറ്റർ ഉപയോഗിച്ച് ലക്ഷ്മണന്റെ കടയുടെ അവിടെ അത്രയും തെരച്ചിൽ നടത്തുകയും ഒക്കെ ചെയ്യുന്ന എന്തിനാണെന്നൊരു സംശയം അവിടെ തന്നെ ഉണ്ടായതാണ്. ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു, ആ സമയം മുതൽ തന്നെ എക്സിറ്റ് പ്ലാൻ വർക്കൗട്ടായി തുടങ്ങിയെന്ന് മനസ്സിലാക്കുകയാണ്. അപ്പോൾ നമ്മൾ ആരെയും ഇവിടെ കുറ്റപ്പെടുത്തലില്ല, ഒരു ഭരണകൂടമാണ്, ഒരു സംവിധാനമാണ്, അവർ ചെയ്യാവുന്നതിൻ്റെ പരമാവധി ചെയ്തതുമാണ്. പക്ഷേ പുറത്തേക്കുള്ള ഒരു വാതിൽ തുറക്കുമ്പോഴേക്കും പറയാൻ കൃത്യമായ കാരണങ്ങൾ, ന്യായങ്ങൾ ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ അവർ പറയുന്നു, ഞങ്ങൾ ഈ ലക്ഷ്മണന്റെ ചായക്കട കേന്ദ്രീകരിച്ച് പരമാവധി തെരച്ചിൽ നടത്തി, പുഴ കേന്ദ്രീകരിച്ച് ഞങ്ങൾ പരമാവധി തെരച്ചിൽ നടത്തി, കൊണ്ടുവരാവുന്നവരൊക്കെ കൊണ്ടുവരാവുന്ന സംവിധാനങ്ങൾ കൊണ്ടുവന്നു. പക്ഷേ അവിടെ തെരച്ചിൽ നടത്തിയപ്പോൾ പുഴയിലും കാണാൻ കഴിയുന്നത് ഞങ്ങൾക്ക് ഈ മണ്ണിൽ കരയിൽ ഞങ്ങൾ കാണാൻ കഴിയുന്നത് നിങ്ങൾ പറഞ്ഞ പ്രകാരം, ഇപ്പം മനാഫ് അടക്കമുള്ളവർ പറഞ്ഞത് പ്രകാരം ആദ്യഘട്ടത്തിൽ കേട്ട GPS അവിടെ ഉണ്ടെന്ന് പറഞ്ഞ പ്രകാരം ഉള്ള മേഖലയിലൊക്കെ ഞങ്ങൾ ഈ തെരച്ചിൽ നടത്തിയാണ്. അവിടെ എവിടെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പുഴയിൽ പരമാവധി ഞങ്ങൾ നോക്കി, ഈ പറയുന്ന ആഴക്കടലിൽ ആഴപ്പുഴയിൽ വലിയ അതിഭീകരമായ കുത്തൊഴുക്കിനിടയിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇനി പുഴ ശാന്തമാകുമ്പോൾ അല്ലെങ്കിൽ മഴ നിൽക്കുമ്പോൾ പുഴ ശാന്തമാകും, ഞങ്ങൾ വീണ്ടും വരാം. അനുജ, നമ്മൾ സംസാരിക്കുന്നത് എന്തെങ്കിലും ഒരു യന്ത്രത്തെക്കുറിച്ചല്ല, നമ്മൾ സംസാരിക്കുന്നത് ഒരു മനുഷ്യജീവനെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ശരീരത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അത് കണ്ടെത്താൻ ഒന്നുകിൽ റെസ്ക്യൂ അല്ലെങ്കിൽ റിക്കവറി എന്നുള്ള പ്രോസസ്സായിരുന്നു നമ്മൾ ഇക്കാലം ഇത്രയും ആലോചിച്ചത്. ഒരാൾ ക്യാബിനടക്കം ആ ക്യാബിനിൽ അർജുൻ ഉണ്ടെങ്കിൽ വെള്ളത്തിനടിയിൽ പോയി 12ാം നാളിൽ 13ാം നാളിൽ നമ്മൾ നിർത്തിവെച്ച് 21 ദിവസം കഴിഞ്ഞ് വീണ്ടും നോക്കാം എന്ന് പറയുമ്പോൾ എവിടെ എന്ത് കിട്ടാനാണ് എന്നൊരു ചോദ്യം അവിടെ ഉദിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ മന്ത്രി പറഞ്ഞു ഈ പാൻഡൂൺ കൊണ്ടുവരാമെന്ന് പറഞ്ഞു, നടന്നില്ല. തഗ് ബോട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞു, അത് നടന്നില്ല. ഡ്രഡ്ജിങ് നടത്താം, സൗകര്യമുണ്ടാക്കാമെന്ന് പറഞ്ഞു, അത് നടന്നില്ല. ആ പറയുന്നതും അങ്ങേയറ്റം യുക്തിയുള്ള കാര്യമാണ്. ഈ പറയുന്ന പാൻഡ്യൂൺ സംവിധാനം കൊണ്ടുവരാൻ വഴിയില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, അവിടെ ഈ പാൻഡ്യൂൺ സംവിധാനങ്ങളും ഡ്രഡ്ജിങ് സംവിധാനങ്ങളും കൊണ്ടുവരാൻ ഒരു വഴിയില്ലെന്നാണോ? എന്ന് പറഞ്ഞാൽ സംവിധാനം വിചാരിച്ചാൽ അവിടെ ഒരു വഴിയുമില്ല. ഇന്ന് ഒരു സിസ്റ്റം ഒന്നാകെ, ഒരു സംവിധാനം ഒന്നാകെ, ഒരു ഭരണകൂടം ഒന്നാകെ, ഒരു സംസ്ഥാന കേന്ദ്ര ഭരണകൂടം ഒന്നാകെ നമ്മൾ ഒരു ഗംഗാവലി പുഴയുടെ ആഴത്തിലേക്ക് നോക്കി അതിൻ്റെ ഒഴുക്കിലേക്ക് നോക്കി നമ്മൾ നിസ്സഹായമായി നിൽക്കുകയാണ് കരക്കിൽ. അതാണ് യഥാർത്ഥത്തിൽ ഈ 13 നാളും സംഭവിച്ചത്. നമ്മൾ അതിൻ്റെ വലിയ കുത്തൊഴുക്കുള്ള പുഴയാണ്, അതിലേക്ക് ഇറങ്ങാൻ കഴിയില്ല. പറയുന്നത് സത്യമാകാം, 100% ശരിയുമാണ്. പക്ഷെ നമ്മൾ ഈ സിസ്റ്റം ഒന്നാകെ നോക്കി നിസ്സഹായമായി നിൽക്കുകയായിരുന്നു. ആ നിസ്സഹായതയ്ക്കൊടുവിൽ ഗംഗാവലി പുഴയോട് ഈ സംവിധാനം ഒന്നാകെ അടിയറവ് പറയുന്നു, ഞങ്ങളില്ല, ഞങ്ങൾ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിന് പറയാനുള്ള കാരണങ്ങളും ന്യായങ്ങളും പറഞ്ഞുകൊണ്ട് ഈ തെരച്ചിൽ പൂർണ്ണമായി അവസാനിപ്പിക്കുകയാണ്. കാതലായ ചോദ്യം, ആദ്യം മുതൽ നമ്മുടെ ചോദ്യം ഈ ലോറി എവിടെയെന്നുള്ളതായിരുന്നില്ല, അതിന് ക്യാബിൻ എവിടെയാണെന്നായിരുന്നത്. നമ്മുടെ ചോദ്യം നമ്മുടെ പ്രിയപ്പെട്ട അർജുൻ എന്ന് പറയുന്ന ഒരു 30 വയസ്സുകാരനായ ഒരു ചെറുപ്പക്കാരൻ ഡ്രൈവർ എവിടെയാണെന്നുള്ളതായിരുന്നു. അതിൻ്റെ ചോദ്യം, ആ ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ എന്ന് പറഞ്ഞാൽ അവരുടെ വീട്ടുകാർക്ക് മാത്രമല്ല കേരളത്തിനൊന്നാകെയുള്ള വലിയ ആധിയും വേദനയുമായിരുന്നു അർജുൻ. അപ്പോൾ ആ വേദനയും നീറ്റിലുമായി തന്നെ നിർത്തിക്കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സൂചനയും ഇല്ലാതെ അർജുൻ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചുപോയോ എന്നുപോലും അറിയാതെ അങ്ങനെ ഏറ്റവും സങ്കടകരമായ ഒരു പരിസമാപ്തി എന്നുള്ളത് ഈ മേഖലയിൽ നമ്മൾ പോയതാണ്. ഈ മേഖലയിൽ പോയി 5-6 ദിവസം ഈ പറഞ്ഞ മേഖലകളിലൊക്കെ നമ്മൾ ഇവർക്കൊപ്പം നടന്ന വാർത്തകൾ പറഞ്ഞ ആളാണ് എന്ന് പറയുമ്പോൾ അത് ഒരു രീതിയിലും ഏതെങ്കിലും റിസൾട്ട് ഓറിയന്റഡ് അവസാനിക്കുന്നതിൽ ചെറുതല്ലാത്ത രോഷവും സങ്കടവും ഉണ്ട്. അനുജ, അതെ, ഏതായാലും ആ പ്രതിഷേധം ഇപ്പോൾ കേരളം കൃത്യമായി തന്നെ അറിയിക്കുന്നുണ്ട്. ഇന്ന് വൈകിട്ട് 6:30 യോഗം ചേരും. ആ യോഗത്തിലും ഇത് അറിയിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ എം വിജിനും പറഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ട് ഈ തെരച്ചിൽ നിർത്താനുള്ള തീരുമാനമെടുത്തു എന്നതിൽ വ്യക്തതയില്ല. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കൂട്ടായി ഒരുമിച്ച് ചേർന്നിരുന്നെടുത്ത കുറേ തീരുമാനങ്ങളുണ്ട്. ഇപ്പോൾ ഇത് അവസാനിപ്പിക്കുമ്പോൾ
അല്ലെങ്കിൽ പാതി വഴിയിൽ വെച്ച് ഇത് അവസാനിപ്പിക്കുമ്പോൾ എന്തുകൊണ്ട് എന്നതിൻ്റെ ഒരു കൃത്യമായ വിശദീകരണം നൽകേണ്ടതാണ്. അത് തന്നെയാണ് അതിലെ ശരിയായ കാര്യവും. പക്ഷേ അത് ചെയ്യുന്നില്ല എന്നുള്ളിടത്ത് കേരളം കൃത്യമായ പ്രതിഷേധം അറിയിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ പോലും ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളതുമാണ്. ഇതിനപ്പുറത്തേക്ക് എന്താണ് ചെയ്യാനുള്ളത്? ഭരണഘടനാപരമായി സർക്കാരിന് ചെയ്യാവുന്നതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് എന്നും നേരത്തെ മന്ത്രി വിശദീകരിക്കുന്നുണ്ടായിരുന്നു. തിരികെ ന്യൂസ് ഈവനിംഗിലേക്ക്. രക്ഷാദൗത്യം അർജുനായുള്ളത് അവസാനിപ്പിക്കുന്നു എന്ന വിവരം അതാണിന്ന് അല്പസമയം മുൻപ് പുറത്തു വന്നത്. ഇപ്പോൾ മണ്ണുമാന്തി യന്ത്രം ഗംഗാവലിപ്പുഴയ്ക്ക് സമീപത്തു നിന്ന് മാറ്റുന്നു. ഉദ്യോഗസ്ഥർക്കായി നിർമ്മിച്ച താത്കാലിക ടെന്റ് അഴിച്ചു മാറ്റുന്നു. അങ്ങനെ ആ തരത്തിലേക്ക് ദൗത്യം അവസാനിപ്പിക്കുന്നു എന്നതിന്റെ സൂചനകൾ പുറത്തു വരുന്നു. നേരത്തെ MLAയും പറയുന്നത് നിലവിലെ സാഹചര്യത്തിൽ ദൗത്യവുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ്. ഈശ്വർ മൽപ്പയും തന്റെ ദൗത്യം തൽക്കാലത്തേക്ക് നിർത്തിവെക്കുന്നു, തനിക്ക് വേദനയുണ്ട് എന്നാണ് പറഞ്ഞത്. കുടുംബത്തിന്റെ വിഷമം ഓർക്കുമ്പോൾ സഹിക്കാൻ കഴിയുന്നില്ല, പക്ഷേ ഏത് നിമിഷം വേണമെങ്കിലും കാലാവസ്ഥ അനുകൂലമായി കഴിഞ്ഞാൽ തിരികെ എത്തി ഈ ദൗത്യത്തിൽ പങ്കുചേരാൻ താൻ തയ്യാറാണ് എന്നാണ് ഈശ്വർ മാൽപ്പെ അല്പസമയം മുൻപ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ശ്രീകാന്ത് ഉണ്ട് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. ശ്രീകാന്ത്, കേരളത്തിന് വലിയ പ്രതിഷേധമുണ്ട് ഈ ഒരു തീരുമാനത്തിൽ. ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്നത് ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല എന്നൊക്കെയുള്ളതും അത്ഭുതകരം തന്നെയാണ്. കാരണം കൂടിയാലോചിച്ച് കുറച്ച് തീരുമാനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കൈക്കൊണ്ടതാണ്. അതൊന്നും നടപ്പിലാക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ ഈ ദൗത്യം പാതി വഴിയിൽ അവസാനിപ്പിക്കുമ്പോൾ ഇത് എന്തുകൊണ്ട് എന്നൊരു ചോദ്യം അത് നമ്മളെപ്പോലെ തന്നെ മന്ത്രിമാരും ഒക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ നിലവിൽ സംഭവിക്കുന്നത് എന്താണ്? ഇവരൊക്കെ മടങ്ങി പോവുകയാണോ? അതിന്റെ കാഴ്ചകളാണോ കാണാൻ പറ്റുന്നത്? ഹനിജ, അത്തരം പ്രതികരണങ്ങളിൽ വലിയ അർത്ഥമൊന്നുമില്ല. കാരണം ഇന്നലെ രാത്രി നടന്ന ഉന്നതതല യോഗത്തിന്റെ തീരുമാനം തന്നെ, ആ തീരുമാനം കർണാടകം അറിയിക്കുകയും ചെയ്തിരുന്നു. അതായത് ഈ തെരച്ചിൽ ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്ന് ചിന്ത വന്നപ്പോൾ അത് കേരളം ഇന്നലെ അറിയിച്ചത് ദൗത്യം തുടരണം, ദൗത്യവുമായി മുന്നോട്ട് പോയേ തീരൂ എന്നുള്ള കാര്യം കേരളം അറിയിച്ചിരുന്നു. പക്ഷേ കർണാടകം ഇന്നലെ രാത്രിയിലെ ഉന്നതതല യോഗത്തിൽ തന്നെ അവരുടെ നിസ്സഹായാവസ്ഥ അറിയിച്ചിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. അത് കാർവാർ MLA ഇന്നലെ രാത്രി മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറയുകയും ചെയ്തു. ഇന്ന് അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. മാൽപ്പെ ഒരു തവണ കൂടി ഇന്ന് ഇത്തരത്തിൽ പരിശോധന നടത്തും. അതിനുശേഷം ഓഫ് റെക്കോർഡായാണ് അദ്ദേഹം പറഞ്ഞത്, നമ്മളോട് ബൈറ്റായി അല്ല നൽകിയത്, ഓഫ് റെക്കോർഡായി പറഞ്ഞത് മാൽപ്പെ ഒരു തവണ കൂടി ഇത്തരത്തിൽ തെരച്ചിൽ നടത്തും. കിട്ടിയില്ല എങ്കിൽ വലിയ ശ്രമകരമായിരിക്കും അത് ആ ലോറി അടക്കം കണ്ടെത്താനും കരയ്ക്ക് കയറ്റാനും എന്ന് ഇന്നലെ ഓഫ് റെക്കോർഡായി തന്നെ അദ്ദേഹം പറഞ്ഞതാണ്. ഉന്നതതല യോഗത്തിലും ഈ വിഷയം ചർച്ചയ്ക്ക് വന്നിരുന്നു എന്ന് 100% ഉറപ്പിക്കാം. കേരളം എതിർപ്പറിയിച്ചതാണ്, ആ വാർത്ത നമ്മൾ തന്നതാണ്. തർക്കം നടന്നു എന്നുള്ളത് സംബന്ധിച്ച് വാർത്ത നമ്മൾ തന്നതാണ്. കഴിഞ്ഞ ദിവസവും അറിയിച്ചില്ല എന്നുള്ള വാദം എത്രത്തോളം ശരിയാകും, അത് എത്രത്തോളം നിലനിൽക്കും എന്നുള്ളത് വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ വിവാദമായി നിർത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകുമ്പോൾ അത് അറിയിക്കേണ്ടതല്ലേ ശ്രീകാന്ത്? വിജിനൊക്കെ പറയുന്നത് ഒരു കൂടിയാലോചനയും ഇല്ലാതെ ദൗത്യം നിർത്തിവെക്കാൻ തീരുമാനമെടുത്തിരിക്കുന്നു എന്നാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണം അങ്ങനെ തന്നെയാണ്. തെരച്ചിൽ നിർത്തിയത് കൂടിയാലോചിക്കാതെ. മുഖ്യമന്ത്രി ഇന്നുപോലും ഇടപെട്ടതാണ്. കേരളത്തിൽ നിന്നുള്ള പ്രതിനിധികൾ ഇവിടെ ഉണ്ടായിട്ട് പോലും സംസാരിച്ചിട്ടില്ല. ഈ പ്രതിഷേധം ഇന്നിപ്പോൾ വൈകിട്ട് നടക്കാനിരിക്കുന്ന യോഗത്തിൽ അറിയിക്കും എന്ന് അദ്ദേഹം പറയുമ്പോൾ അത് കൃത്യമല്ലേ ശ്രീകാന്ത്? അക്കാര്യത്തിൽ കർണാടക സർക്കാർ പ്രതിനിധികളുടെ ഭാഗത്തു നിന്നും അല്പസമയത്തിനകം തിരിച്ചുള്ള പ്രതികരണം വരാനുള്ള സാധ്യത ഉണ്ട് അനുജ. കാരണം നമ്മൾക്ക് മനസ്സിലാകുന്നത് കൃത്യമായി കമ്മ്യൂണിക്കേഷൻ ഒരു വശത്ത് നടന്നിരുന്നു എന്നുള്ളത് തന്നെയാണ്. ഇന്ന് രാവിലെയും നമുക്ക് മനസ്സിലായതും അതാണ്. ഈ ഇവിടുത്തെ MLAയുടെയും നമ്മുടെ AK അഷ്റഫ് MLA അടക്കമുള്ളവരുടെയും മുൻപ് ഉച്ചയ്ക്ക് വന്ന പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലായത് ഏറെക്കുറെ ഇത് അവസാനിപ്പിക്കാൻ പോകുന്നു എന്നുള്ള തരത്തിലാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഉച്ചയ്ക്ക് തന്നെ നമ്മൾ വാർത്ത കൊടുത്തത്. ഈ ദൗത്യം ഏതാണ്ട് അവസാനിക്കാൻ പോകുന്നു, കർണാടകം എക്സിറ്റ് പ്ലാനിലേക്ക് പോകുന്നു എന്ന് നമ്മൾ ഉറപ്പിച്ച് വാർത്ത ഉച്ചയ്ക്ക് കൊടുത്തത് പോലും ഇത്തരത്തിൽ നമുക്ക് വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ്. അത് നമ്മുടെ ജനപ്രതിനിധികളുമായി ആ ഘട്ടത്തിൽ ഇന്നലെ രാത്രിയിലെ യോഗത്തിൽ തന്നെ സൂചന നൽകിയിരുന്നു എന്നുള്ള കാര്യവും പുറത്തു വന്നതാണ്. പക്ഷെ പെട്ടെന്ന് നിർത്തുന്നത്, ഇന്ന് തന്നെ നിർത്തും, വൈകിട്ട് തന്നെ നിർത്താൻ പോകുന്നു എന്ന കാര്യത്തിൽ എന്തെങ്കിലും സൂചന കൊടുത്തിരുന്നോ ഇല്ലയോ എന്നറിയില്ല. അത് സ്വാഭാവികമായും ഇനി വരും ദിവസങ്ങളിൽ ചർച്ചകൾക്ക് വഴിതെളിക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. സ്വാഭാവികമായും ഈ കർണാടക മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥരുടെയും ഭാഗത്തു നിന്നും അതിന് നേർക്ക് പ്രതികരണങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതൊക്കെ വിവാദമാണ്, അത് ആ വഴിക്ക് നടക്കുകയും ചെയ്യും. ഇപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞത് ഞങ്ങളെ അറിയിച്ചില്ല എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം വന്നു. അതിനോടുള്ള പ്രതികരണം നടത്തേണ്ടത് ഇവിടുത്തെ ഉദ്യോഗസ്ഥരും ഇവിടുത്തെ MLAയും. ഇപ്പോൾ ഒരു മന്ത്രി വരുന്നുണ്ട്, മന്ത്രി അടക്കമുള്ളവരാണ്. അത് കാത്തിരുന്ന് കാണണം എന്താണ് അതിൽ ഉണ്ടാകാൻ പോകുന്നതെന്ന്. പക്ഷേ ഓഫ് റെക്കോർഡായും അല്ലാതെയും
ഇവിടെ ഉണ്ടായിരുന്ന മാധ്യമപ്രവർത്തകർക്ക് ഇന്നലെ രാത്രി തന്നെ വിവരം കിട്ടിയിരുന്നു. ഇന്ന് മാൽപ്പേ സംഘം ഒരു തെരച്ചിൽ കൂടി നടത്തി ഇതേറെക്കുറെ അവസാനിപ്പിക്കാൻ പോകുന്നു, താൽക്കാലികമായി നിർത്താൻ പോകുന്നു എന്ന് വിവരം കിട്ടിയിരുന്നു. മാൽപ്പേ സംഘം കഴിഞ്ഞ 2 ദിവസമായി അവിടെ നടത്തുന്ന തെരച്ചിൽ അതിന്റെയൊക്കെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ്. പക്ഷേ അർജുന്റെ ട്രക്കോ ട്രക്കിന്റെ ഭാഗങ്ങളോ കണ്ടെത്താനായില്ല. 4 പോയിന്റിലും നോക്കിയിട്ടും ട്രക്ക് കണ്ടെത്താനായില്ല എന്നാണ് ഈശ്വർ മാൽപ്പേ പറഞ്ഞത്. അർജുന്റെ കുടുംബത്തിന്റെ ദുഃഖം സഹിക്കാനാകുന്നില്ല, എപ്പോൾ വിളിച്ചാലും തെരച്ചിൽ നടത്താൻ തയ്യാറാണ് എന്നും മാൽപ്പേ പറഞ്ഞു. മാൽപ്പയുടെ ഏറ്റവും പുതിയ പ്രതികരണത്തിലേക്ക്. എല്ലാത്തും ഒരു പോയിന്റ് ആക്കി, ആ 4 പോയിന്റിൽ നമുക്ക് കിടച്ചില്ല. അത് അവിടെ കിടച്ചിട്ട് നമുക്ക് ഈ വീട്ടിൻ്റെ തകട് ഷീറ്റ്, കമ്പി, ഈ കറണ്ടിൻ്റെ ഇത് റോഡ് എല്ലാം കിട്ടി. അവിടെ ട്രക്ക് എവിടെ ഉണ്ടെന്ന് കാണാൻ വയ്യ, ಯಾಕೆಂದ್ರೆ കീഴെ അത്ര കത്തലായിട്ടുണ്ട്. ഒരു 40 അടി കീഴെ, ഫസ്റ്റ് 10 അടിൻ്റെ 20 അടി, 30 അടി, 40 അടി. ഈ സൈഡ് പറഞ്ഞ ഒത്തിരി ആളുണ്ട്. നമ്മ വണ്ടി വീണ സൈഡ് അവിടെ 40. പിന്നെ അവിടുന്ന് മേലെ പോകുന്ന ഒരു 50, പിന്നെ 40, 20 അങ്ങനെ ആവും. അവിടുത്തെ പ്രഷർ ജാസ്തി ഉണ്ട്. ഇപ്പോൾ ഇത് കമ്മിയാവുന്നുണ്ട്, ക്ലീൻ ആവുന്നു. തണ്ണി ക്ലീൻ ആയാൽ ഒരു ഇത് വേണ്ട, സ്കൂബ ഡൈവ് ആക്കി എല്ലാം നോക്കാം. അതാണ് ഈശ്വർ മാൽപ്പയുടെ പ്രതികരണം. തനിക്ക് ഈ ഘട്ടത്തിൽ ചെയ്യാൻ ഇനിയൊന്നുമില്ല എന്ന സൂചന തന്നെയാണ് അദ്ദേഹവും നൽകിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ കാലാവസ്ഥ കുറച്ചുകൂടി അനുകൂലമായാൽ ഏത് നിമിഷവും തിരികെ എത്തി ദൗത്യം പുനരാരംഭിക്കാൻ തയ്യാറാണ് എന്ന് ഉറപ്പുകൂടി ഈശ്വർ മാൽപ്പെ ആ കുടുംബത്തിന് ഈ ഘട്ടത്തിൽ നൽകുകയാണ്. നമുക്കൊപ്പം അതിഥിയായി കേണൽ എസ് ഡിനി തത്സമയമുണ്ട്. കേണൽ എസ് ഡിനി, ഇപ്പോൾ അല്പസമയം മുൻപ് നമ്മൾ മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞത് പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയും, എന്തുകൊണ്ട് അതേക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നാണ്. താങ്കളുടെ ടേക്ക് എന്താണ് ഇതിൽ? ഈ പരിമിതികൾ നമുക്കറിയാം, അതിൽ ഏറ്റവും വലിയ പരിമിതി എന്നുള്ളത് ഗംഗാവലി പുഴയുടെ ഒരു പ്രത്യേകത, അത് പശ്ചിമഘട്ടത്തിൽ നിന്ന് നേരെ താഴേക്ക് പതിക്കുന്നതിനാണ്. അതിൽ ഉറവയുണ്ട്, കൂടാതെ ഒട്ടേറെ വെള്ളച്ചാട്ടങ്ങളുണ്ട്, വലിയ അടിയൊഴുക്ക്, ഇതൊക്കെ അതിൻ്റെ പ്രത്യേകതകളാണ്. കൂടാതെ ഇപ്പോൾ ശക്തമായി മഴ പെയ്യുന്നു ഇടയ്ക്കിടയ്ക്ക്. ഇനി വരുന്ന ദിവസങ്ങളിലും 21 ദിവസവും ശക്തമായ മഴയായിരിക്കുമെന്നൊക്കെ പറയുന്നു. അപ്പോൾ കാലാവസ്ഥ എന്നുള്ളത് നമ്മളുടെ കയ്യിലുള്ളതല്ല, അത് ഒരു വലിയ വെല്ലുവിളിയാണ്. അപ്പോഴും പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട് എന്ന് മന്ത്രി പറയുമ്പോൾ എന്താണ്, അങ്ങനെയുള്ള സാധ്യതകൾ ഇനിയും അവശേഷിക്കുന്നുണ്ടോ കേണൽ ഡിന്നി? മാഡം, ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്ക് തോന്നുന്നു ഇന്ന് 6:30 അല്ലെങ്കിൽ 7 മണിക്കോ അവരുടെ ഒരു യോഗം ചേർന്ന് കഴിഞ്ഞിട്ട് അവർ പ്രസ് റിലീസ് അല്ലെങ്കിൽ അവർ അറിയിക്കുമെന്നാണ് ഇതുവരെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇതുവരെ ഓപ്പറേഷൻ നിർത്താനോ അല്ലെങ്കിൽ അങ്ങനെ ഒരെണ്ണം കൺഫർമേഷൻ ആയിട്ട് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് ആദ്യത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ഈ പരിമിതികൾ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആ പരിമിതികളുണ്ട്. ആ പരിമിതികൾ നമുക്ക് എല്ലാവർക്കും വെളിയിൽ നിന്ന് കമന്റ് ചെയ്യാമെങ്കിലും അവിടെ ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്നവരാണ് അതിന്റെ ഫൈനൽ വേർഡ്. അതായത് അവര് എങ്ങനെയാണോ തീരുമാനിക്കുന്നത് ആ തീരുമാനത്തിലൂടെ നമുക്ക് കൂടെ പോകാനേ ഇപ്പോഴത്തെ അവസ്ഥയിൽ സാധിക്കൂ. കാരണം അങ്ങനെ ചെയ്തില്ലെങ്കിൽ അതിന്റെ ഒരു തെറ്റായ രീതിയിലേക്ക് ഓപ്പറേഷൻ പോയത് ഇതേ ഓപ്പറേഷനിൽ നമ്മൾ കണ്ടതാണ്. വെളിയിൽ നിന്നുള്ള എക്സ്റ്റേണൽ പ്രഷർ ഇട്ട് കഴിഞ്ഞാൽ ആ ദൗത്യസേനയ്ക്ക് തെറ്റാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് നമ്മൾ ആദ്യത്തെ ഒരു 3-4 ദിവസങ്ങളിൽ നമ്മൾ കണ്ടിരുന്നു ഈ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ. അതുകൊണ്ട് എന്റെ ഒരു വലിയ ഒരു അസസ്മെന്റിൽ ഗ്രൗണ്ടിൽ ആ DC, മറ്റ് അവിടുത്തെ SDRF, പിന്നെ നേവി, അവരെല്ലാം കൂടെ ചേർന്നിട്ടായിരിക്കും ഒരു തീരുമാനം എടുക്കുന്നത്. ആ തീരുമാനം എന്താണോ ആ തീരുമാനത്തിൽ നമുക്ക് എല്ലാവരും അതിനെ റെസ്പെക്ട് ചെയ്യണം. കാരണം അവരെല്ലാവരും പൊളിറ്റിക്സ് ഒക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അവരെല്ലാവരും ഏറ്റവും കൂടുതൽ പരിശ്രമിച്ച ഒരു ഓപ്പറേഷൻ തന്നെയാണ്. ആദ്യത്തെ 2 ദിവസം, അത് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു, ആദ്യത്തെ 2 ദിവസം അവർ വേണ്ട രീതിയിലുള്ള ഒരു മാനേജ്മെന്റ് ചെയ്തില്ല എന്നുള്ള ആ വിമർശനവും ആ ഒരു ഒബ്സർവേഷൻ ഇപ്പോഴും നിലനിർത്തി തന്നെ അത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് ഒരു ലാസ്റ്റ് 6 ദിവസമായിട്ട് അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം ചെയ്തു എന്ന് തന്നെ നമ്മളെപ്പോലെ ഒരാൾ പുറത്തു നിന്നുമ്പോൾ നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് ഫൈനൽ ഡിസിഷൻ, ഇപ്പം ഈ കാലാവസ്ഥയെ കുറിച്ച് മാഡം പറഞ്ഞ പോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ആ പുഴയുടെ കറണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ 6 to 8 ആണ് സർഫേസിൽ. ശ്രീ ഈശ്വർ മാൽപ്പെ അദ്ദേഹം താഴെ പോയപ്പോൾ അതിലും കൂടുതലാണ് എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ വിസിബിലിറ്റി 0 ആണ്, ഒന്നും കാണാൻ പറ്റത്തില്ല, ഇരുട്ടിലേക്ക് ഇറങ്ങുന്ന പോലാണെന്നാണ് അദ്ദേഹം ഇന്നലെ പറഞ്ഞത്. അപ്പൊ ഇന്ന് പോയപ്പോൾ പോലും അതിനകത്ത് താഴെ ട്രക്കിനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതിന് ട്രക്കിന്റെ മുകളിൽ മണ്ണും കല്ലും അതുപോലെ തന്നെ വീടിന്റെ അവശിഷ്ടങ്ങളും അതുപോലെ തന്നെ വലിയ മരങ്ങളും ഒക്കെ വന്ന് കടന്നിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഒരു അസാധ്യ ഒരു രീതിയിലേക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ കാലാവസ്ഥ ഇങ്ങനെ ഒരെണ്ണമായതും അതുപോലെ തന്നെ ഒരു മണ്ണ് ഈ ഒഴുക്ക് കാരണം ഒന്നും കാണാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇപ്പം ഇതിൽ കൂടുതൽ അവർക്ക് ചെയ്യാൻ സാധിക്കുകയോ ഇല്ലയോ എന്നുള്ളത് ഒരു ഡിസിഷൻ അവരാണ് എടുക്കേണ്ടുള്ളത്. കാരണം അങ്ങനെ എടുത്ത ഡിസിഷന്റെ ബേസിലായിരിക്കും അവരുടെ പോലും ജീവന്റെ ഒരു
ഒരു റിസ്ക് അവിടെ വരുന്നത്. കാരണം അതെ, അത് ശരിയാണ്. പക്ഷേ കേണൽ ഡെന്നി, ഇപ്പോൾ ഇതിൽ ഫ്ലോട്ടിംഗ് പോണ്ടൂൺ എന്നൊരു ഉപകരണത്തിന്റെ കാര്യം പറഞ്ഞിരുന്നു. അത് നിലവിലെ സാഹചര്യത്തിൽ അത് ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നതാണ്. അപ്പോൾ അത് തീർച്ചയായും ഉപകാരപ്രദമാകും എന്ന തരത്തിലേക്കായിരുന്നു. നമുക്കതിന്റെ സാങ്കേതികതയൊന്നും അറിയില്ല. പക്ഷേ അത് ഉപകരിക്കും എന്ന തരത്തിലേക്കുള്ള വിവരങ്ങളാണ് വന്നത്. അത് കൊണ്ടുവരുമെന്ന് പറഞ്ഞിരുന്നു. അതും നമുക്ക് ഉപയോഗിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. താങ്കൾക്ക് ഒരുപക്ഷെ അതേപ്പറ്റി കൂടുതൽ അറിയാമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. മാം, വേറെ ഓപ്ഷൻസ് ഡെഫിനറ്റ്ലി ഉണ്ട്. ഒന്ന് ക്രെയിൻ മൗണ്ടഡ് ബാർജ് എന്ന് പറയുന്ന സാധനമുണ്ട്, അതുപോലെ തന്നെ ഈ പോണ്ടൂൺ ഉണ്ട്. പക്ഷെ ഇതെല്ലാം കൊണ്ടുവരുന്നെങ്കിൽ മറ്റ് കൺസിഡറേഷൻസ് കൂടെ ഉണ്ട്. അതായത് 2 ബ്രിഡ്ജ് ഉണ്ട്. ആ 2 ബ്രിഡ്ജിന്റെയും ആ ബ്രിഡ്ജിന്റെ ഹൈറ്റ് വെച്ച് നോക്കുമ്പോൾ ചില സമയത്ത് അത് കൊണ്ടുവരാനുള്ള അതായത് ചില ഇങ്ങനത്തെ എക്യുപ്മെന്റ്സ് കൊണ്ടുവരാനുള്ള റെസ്ട്രിക്ഷൻ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഓൺ ഗ്രൗണ്ട് ചെന്നാൽ മാത്രമേ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റൂ. പക്ഷെ ഇപ്പോഴത്തെ അതായത് അവിടുത്തെ MLA മനസ്സിലാക്കുകയാണെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് ആ ഒരു എക്യുപ്മെന്റ് കൊണ്ടുവരാനോ അതും ബൈ റോഡ് കൊണ്ടുവരാനുള്ള ശ്രമമാണ് അവർ നടത്തുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം ബാക്കിയുള്ള സാധ്യതകൾ ഉണ്ടെങ്കിൽ തന്നെ അത് തീർച്ചയായിട്ടും ചെയ്യണമെന്ന് തന്നെയാണ് എന്റെയും ഒരു അഭിപ്രായം. പക്ഷെ അതിന് സമയമെടുക്കുകയാണെങ്കിൽ അതൊരു ഓപ്പറേഷൻ തീർന്നു അല്ലെങ്കിൽ ഓപ്പറേഷൻ നിർത്തുന്നു എന്നുള്ള ഒരു രീതിയിലേക്കൊരു മാറ്റാതെ നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലതെന്നാണ് എന്റെ ഒരു വെളിയിൽ നിന്ന് ഡിസാസ്റ്റർ മാനേജ്മെന്റിനെ കുറിച്ച് പഠിക്കുന്ന ആളെന്നും നിലയിൽ നമുക്ക് പറയാൻ സാധിക്കാതെ. കാരണം അതായിരിക്കും ഹെൽപ്ഫുൾ. അതെ, ഇപ്പൊ നിലവില് ഈ കാലാവസ്ഥയുടെ ഒരു കാര്യമാണ് MLA ഇപ്പോൾ പറയുമ്പോൾ എടുത്തു പറയുന്നത്. നിലവിലെ കാലാവസ്ഥയിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. അവിടെ നമുക്കറിയാം ഈ അടിയൊഴുക്ക് എന്നൊക്കെയുള്ളതാണ് ഏറ്റവും ദുർഘടമായി മാറിയിട്ടുള്ളതും ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ തടസ്സമാകുന്നതും. അവിടെയാണ് ഇത്തരം സാങ്കേതിക കാര്യങ്ങൾ കൂടി നമുക്ക് ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊരു ചോദ്യം കേരളം ഉന്നയിക്കുന്നതെന്ന് തോന്നുന്നു. അതുപോലെ ടഗ് ബോട്ടിന്റെ കാര്യം പറയുന്നു, അതും കൊണ്ടുവന്നിട്ടില്ല. ഡ്രെഡ്ജിങ്ങിന് പാലം തടസ്സമാണ് എങ്കിൽ പോലും അത് പരിഹരിക്കാമെന്നൊക്കെയുള്ള ഉറപ്പായിരുന്നു യോഗത്തിൽ കർണാടകം നൽകിയിട്ടുള്ളത്. എന്നാൽ അതും ചെയ്യുന്നില്ല. അപ്പോൾ ഇതൊരു പാതി വഴിക്ക് നിർത്തിവെക്കുകയാണോ എന്നൊരു സംശയം ന്യായമല്ലേ കേണൽ ഡെന്നി? തീർച്ചയായും മാം. പക്ഷെ എന്റെ ഒരു സബ്മിഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ന് വൈകിട്ട് 6:30-7 മണി വരെ അവരുടെ ഫൈനൽ ആയിട്ട് ഒരു പ്രസ് റിലീസ് പുറത്തു വരും. ആ പ്രസ് റിലീസ് പുറത്തു വന്നു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും അതിനെ കുറിച്ചുള്ള ഒരു അസസ്മെന്റ് നമുക്ക് ചെയ്യാം. കാരണം ഞാൻ എന്തുകൊണ്ടാണ് കോഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ കാര്യം നമ്മൾ നേരത്തെ കണ്ടതാണ്. അതായത് ഒരു വെളിയിൽ നിന്നുള്ള എക്സ്റ്റേണൽ പ്രഷർ കാരണം തെറ്റായ രീതിയിലേക്കുള്ള ആ ഒരു ഓപ്പറേഷൻ പോകുന്നത് നമ്മൾ കണ്ടുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്ത് ഒരു ക്ലാരിറ്റി, അതായത് ഈ ലാക്ക് ഓഫ് ക്ലാരിറ്റി ആയിരുന്നു ഈ ഓപ്പറേഷന്റെ ഏറ്റവും ആദ്യത്തെ ഒരു പ്രോബ്ലം. അതായത് ഇൻഫർമേഷൻ കിട്ടുന്നില്ലായിരുന്നു. ഇൻഫർമേഷൻ കിട്ടാത്തതുകൊണ്ടാണ് നമ്മളെല്ലാം ഈ ഒരു സ്പെക്കുലേഷൻസിലേക്ക് മാറി. നിർത്തിവെച്ചു എന്നുള്ളതിലേക്ക് നമ്മൾ എത്തിച്ചേരാനുള്ള പല കാരണങ്ങളിൽ ചിലത് ഞാൻ പറയാം. തെരച്ചിൽ നിർത്തിയെന്ന് ബിജിൻ MLA ആ സ്ഥലത്ത് നിന്ന് അറിയിച്ചിട്ടുണ്ട് എന്ന് നേരത്തെ മന്ത്രി മുഹമ്മദ് റിയാസ് മാധ്യമങ്ങളോട് പറഞ്ഞു. മറ്റൊന്ന്, അവിടെ നിന്ന് നമ്മളുടെ പ്രതിനിധികൾ നൽകുന്ന വിവരവും അങ്ങനെ തന്നെയാണ്. ഇന്നലെ മുതൽ തന്നെ അതിൻ്റെ സൂചനകൾ പുറത്തു വന്നിരുന്നു. കൂടാതെ ഇപ്പോൾ മാൽപ്പയുടെ ബൈറ്റുണ്ട്, അദ്ദേഹവും ഇത് തന്നെ പറയുന്നു. പിന്നെ അവിടെ നിന്ന് ടെൻ്റ് അഴിച്ചു മാറ്റുന്നു, മണ്ണുമാന്തി യന്ത്രം മാറ്റുന്നു, ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ കൂടി കാണാൻ കഴിയുന്നുണ്ട്. MLAയുടെ പ്രതികരണവും നേരത്തെ ഏതാണ്ട് ആ തരത്തിലേക്ക് തന്നെയാണ്. ഇനി വരുന്ന 21 ദിവസത്തെ കാര്യമൊക്കെ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇത് നിർത്തിവെക്കുന്നു എന്ന് തന്നെയല്ലേ? അതാണ് നമ്മൾ ആ ഒരു ആംഗിളിലേക്ക് പോകുന്നത്. മനസ്സിലായി മാം. ഞാൻ പറയുന്നത് വെച്ചാൽ അവര് ഇത് നിർത്തിവെക്കുമ്പോൾ ഒരു കാരണവും കൂടെ പറയൂല. തീർച്ചയായിട്ടും അർജുന്റെ കുടുംബം അറിയണമല്ലോ എന്താണ് അടുത്ത കോഴ്സ് ഓഫ് ആക്ഷൻ എന്ന് അവർ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണമല്ലോ. അപ്പൊ അങ്ങനെ ആ ഒരു പ്രസ് റിലീസ് വരുമ്പം ഇത് താൽക്കാലികമായിട്ട് നിർത്തുകയാണോ, അതോ ഇതിന്റെ കൂടെ നേരത്തെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞ പോലെ ഈ പരിമിതികൾ ഉള്ളിൽ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ, അതല്ല ഇത് ഇനി ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണോ? ഇങ്ങനെയുള്ള കാര്യം അവർ ക്ലാരിഫൈ ചെയ്യണം. തീർച്ചയായിട്ടും ക്ലാരിഫൈ ചെയ്യണം. അത് ചെയ്യും ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് നമ്മുടെയൊക്കെ ഒരു വിമർശനം ഉണ്ടായിരുന്നത്. അതായത് ഈ ഓപ്പറേഷനിൽ ഒരു ക്ലാരിറ്റി എപ്പോഴും കൊടുക്കണം, ഒരു മീഡിയ ബ്രീഫിംഗ് എപ്പോഴും തരണം, പ്രത്യേകിച്ച് ആ കുടുംബത്തിന് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ എല്ലാവരും അറിയണം എന്താണ് നടക്കുന്നത് എന്നുള്ളത്. അപ്പൊ അതിന് വേണ്ടിയുള്ള ഒരു വെയിറ്റിംഗ് മാത്രമാണ് എന്റെ ഒരു അസസ്മെന്റ്. അത് ആ ക്ലാരിറ്റി വരികയാണ്. നമ്മൾ ഇത് ഇന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത്. പോണ്ടൂൺ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ടഗ് ബോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ബാർജ് ഓപ്പറേറ്റഡ് ക്രെയിൻ അതിന്റെ കൊണ്ടുവരാനുള്ള ശ്രമിക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ വരികയാണെങ്കിൽ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. ബട്ട് യെസ്, ആസ് ഓഫ് നൗ നിങ്ങളെല്ലാം പറയുന്ന പോലെ, റിപ്പോർട്ടേഴ്സ് മാം എല്ലാം പറയുന്ന പോലെ, ചില ഇൻഡിക്കേഷൻസ് ഡെഫിനറ്റ്ലി ഒരു ടെമ്പററി ആയിട്ടുള്ള അറ്റ്ലീസ്റ്റ് സ്റ്റോപ്പ് ചെയ്യുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്.
അതെ, ഇപ്പോൾ നമുക്കിതിലെ ഈ ട്രക്കിലേക്ക് നമ്മൾ ലൊക്കേറ്റ് ചെയ്യാനുള്ള കാരണം തന്നെ കേണൽ ഡിന്നി, അതിൽ അർജുൻ ഉണ്ടോ എന്നുള്ള നമ്മളുടെ ആ ഒരു പ്രതീക്ഷ ഒക്കെ തന്നെയാണ് ട്രക്കിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കുന്നത്. അത് കൃത്യമായി ഇന്ന സ്ഥലത്തുണ്ട് എന്ന ഒരു വിവരം ആ സിഗ്നലിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് അവിടെ ഇന്നലെ മുതൽ മാൽപ്പയുടെ പരിശോധന നടന്നത്. മാൽപ്പെ ഇത്തരം കാര്യങ്ങളിലൊക്കെ വിദഗ്ധനാണ്. അദ്ദേഹം അങ്ങനെ ഒരു പരിശീലനമൊന്നും നേടിയ ആളൊന്നുമല്ല. പക്ഷേ അദ്ദേഹം ഒരുപാട് രക്ഷാദൗത്യങ്ങളിൽ ഏർപ്പെട്ടയാളാണ്. മൃതശരീരം ധാരാളം 200-ലേറെ മൃതശരീരം കണ്ടെടുത്തിട്ടുണ്ട്. കൂടാതെ 20-ലേറെ പേരെ ജീവനോടെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ദുരന്തമുഖത്ത് നിന്ന് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ആ പ്രതീക്ഷയോടെ തന്നെയാണ് അദ്ദേഹവും ഇറങ്ങിയത്. എങ്കിലും ഇപ്പോൾ ഈ ട്രക്കിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ അതിന് മാർഗങ്ങളുണ്ട്. പക്ഷേ ആ മാർഗങ്ങൾ കാലാവസ്ഥയെ ഒരു പരിധിവരെയൊക്കെ നമുക്ക് മാറ്റിവെച്ചാൽ പോലും ആ മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങൾ കൂടി നമ്മളൊന്ന് നോക്കേണ്ടതാണോ ഈ ഘട്ടത്തിൽ? ഞാൻ അതിലേക്ക് വരാം. താങ്കളുടെ ആ ഒരു ഒപ്പീനിയൻ കൂടി എന്താണ് താങ്കൾക്ക് അതിൽ ഈ കാലാവസ്ഥ എന്നുള്ളത് അവിടെ ഒരു വെല്ലുവിളിയാണെങ്കിൽ പോലും നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എന്ത് എന്നതിൽ താങ്കളുടെ വിദഗ്ധ ഉപദേശം കൂടി തേടേണ്ടതുണ്ട്. കേണൽ ഡിന്നി തുടരുന്നുണ്ട്. കേണൽ ഡിന്നി, ഞാൻ നേരത്തെ ചോദിച്ചത് ഇപ്പോൾ താങ്കൾ അതിൻ്റെ ഒരു സംവിധാനത്തെക്കുറിച്ച് പറഞ്ഞു. അങ്ങനെ ഒരു സംവിധാനം, അത്തരത്തിലേക്കുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ മുന്നോട്ട് പോകാം എന്നുള്ളതാണ് താങ്കളുടെ അറിവും, അല്ലേ? അതെ, തീർച്ചയായിട്ടും കുറേയേറെ എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ ഇവിടെയും നമുക്ക് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ പ്രകൃതിക്ക് മേളിൽ ഒരാളുമില്ല. അത് നമ്മൾ മനസ്സിലാവും. ഒരു ടെക്നോളജിയും ഒരു മനുഷ്യനും അല്ലെങ്കിൽ ഒന്നും പ്രകൃതിക്ക് മേളിലായിട്ടില്ല. ഇവിടെ നമുക്ക് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രക്ക് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനും ആ ട്രക്കിന്റെ ക്യാബിൻ ഐഡന്റിഫൈ ചെയ്യാനും അതിനകത്ത് അർജുൻ ഉണ്ടോ എന്ന് നമ്മൾ കൺഫേം ചെയ്യണമെങ്കിൽ നമുക്ക് ഫിസിക്കലായിട്ട് താഴെ പോയേ പറ്റൂ. ഇനി ഏത് ടഗ് ബോട്ട് ഉണ്ടെന്നാലും എന്ത് കൊണ്ടുവന്നാലും ആ ഫിസിക്കലായിട്ട് ചെന്ന് ഐഡന്റിഫൈ ചെയ്തല്ലേ സാധിക്കും. കാരണം ആ 4 ചെക്ക് പോയിന്റ്സ് മേജർ ജനറൽ ഇന്റർബാലൻസർ തന്നിട്ടുള്ള 4 ചെക്ക് പോയിന്റ്സിൽ എക്സാക്ട്ലി എവിടാണ് എന്ന് കണ്ടെത്തണമെങ്കിൽ ആ ഡൈവർ താഴെ പോയേ പറ്റൂ. ഇപ്പൊ ശ്രീ ഈശ്വർ മൽപ്പയും ഇന്നലെ തൊട്ട് അദ്ദേഹം ഇന്നലെ 3 പോയിരുന്നു, ഇന്ന് ഒരെണ്ണമാണ് പോയത്. ഈ 4 സ്ഥലത്തും അദ്ദേഹത്തിന് ഒന്നും കൺഫേം ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഇനിയും ഈ ഒരു ഡൈവർ താഴെ പോയാൽ മാത്രമേ എക്സാക്ട്ലി എവിടാണ് ഈ ട്രക്ക് കിടക്കുന്നതെന്ന് മനസ്സിലാവും. അത് കഴിഞ്ഞിട്ട് മാത്രമേ എക്യുപ്മെന്റ് വെച്ച് ഇനിയിപ്പോ മണ്ണും മറ്റ് മരങ്ങളൊക്കെ മാറ്റാനുള്ള എക്യുപ്മെന്റ് യൂസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അതിനെ പിടിച്ച് വലിച്ച് മുകളിലോട്ട് കൊണ്ടുവരാനുള്ളതൊക്കെ ചെയ്യാം. പക്ഷെ ആ ഐഡന്റിഫിക്കേഷൻ ചെയ്യണമെങ്കിൽ ഹ്യൂമൻ ഇന്റർവെൻഷൻ ആവശ്യമാണ്. അവിടെ താഴെ പോയേ പറ്റത്തുള്ളൂ. അവിടെ പോകണമെങ്കിൽ ഇപ്പോഴത്തെ നിലവിൽ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ അത് ഒരു ഇംപോസിബിൾ എന്നുള്ള രീതിയിൽ തന്നെ പറയേണ്ടി വരും. കാരണം നേവി ഡൈവേഴ്സിന്റെ ഒപ്പീനിയൻ അത് തന്നിട്ടുണ്ട്. ശ്രീ ഈശ്വർ മൽപ്പെ പോലെ ഇത്രയും ലോക്കലായിട്ടും അത്ര നല്ല ഒരു നല്ല ഡൈവറും ഇത്രയും ഏറെ ആളുകളെ സേവ് ചെയ്ത് മറ്റെല്ലാം രീതിയിലുള്ള വളരെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തി പോലും പോയിട്ട് അദ്ദേഹത്തിന് പറ്റിയില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് പ്രകൃതിയുടെ തന്നെ ഒരു ഇതാണ്. അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അതെ, അതല്ലാതെ ഇപ്പൊ ഈ ട്രക്ക് അദ്ദേഹം പുറത്തേക്ക് എടുക്കുക എന്നത്, അതിനാണല്ലോ ഇപ്പൊ ഈ ഡ്രഡ്ജർ മണ്ണ് മാറ്റുന്നതിനെ കുറിച്ചൊക്കെയുള്ള ചിന്തകൾ വന്നത്. അപ്പൊ അങ്ങനെ കൂടി ചിന്തിക്കണമെന്നതാകാം ഒരു പക്ഷേ. എനിക്ക് തോന്നുന്നത് മന്ത്രി നേരത്തെ പറഞ്ഞത് പരിമിതമായ സാഹചര്യത്തിൽ ചെയ്യാൻ കഴിയുന്നത് ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് അതുകൂടിയാകാമെന്ന് തോന്നുന്നു. കാരണം മനുഷ്യസാധ്യമായതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിനോടകം തന്നെ മാൽപ്പയുടെ ദൗത്യം എന്നുള്ളത് അത് തന്നെയാണ്. അദ്ദേഹം താഴേക്ക് ഡൈവ് ചെയ്ത് പോകുന്നു, ഒന്നും കാണാൻ കഴിയുന്നില്ല, കണ്ണുകെട്ടി ഇറങ്ങുന്ന അവസ്ഥയാണ്, സീറോ വിസിബിലിറ്റി എന്നാണ് അദ്ദേഹവും പറയുന്നത്. അപ്പോൾ ഈ ട്രക്ക് മുകളിലേക്ക് പൊക്കിയെടുക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ കേണൽ? തീർച്ചയായിട്ടും മാം. നമുക്ക് മനസ്സിലാക്കുന്നത് വെച്ചാൽ ആദ്യം ഈ ട്രക്ക് കൃത്യമായിട്ട് എവിടാണ് എന്ന് നമ്മൾ കണ്ടെത്തണം. കാരണം നമ്മൾ ഒരു മണ്ണ് മാറ്റുന്ന ഒരു എക്യുപ്മെന്റ് കൊണ്ടുവന്നിട്ട് മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് എവിടാണ് അറിഞ്ഞുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ട്രക്ക് കിടക്കുന്നതിന്റെ പുറത്തോട്ടായിരിക്കും മണ്ണ് പോകുന്നത്. അതുകൊണ്ടാണ് ഫിസിക്കലായിട്ട് പോയി 100% കൺഫർമേഷൻ, അതായത് തൊട്ടും കണ്ടും നേരിട്ട് കണ്ടും ഫിസിക്കലായിട്ടുള്ള ഒരു ഇതാണ് ട്രക്ക്, അത് അർജുന്റെ ട്രക്ക് തന്നെ ആണ്, അതിനകത്ത് ക്യാബിൻ കണ്ടെത്താൻ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ ക്യാബിന്റെ ഉള്ളിൽ ചെന്ന് നോക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് മാത്രമേ പിന്നെ ആ ഏരിയയിലെ മണ്ണ് മാറ്റുകയും അതിനെ പുറത്തോട്ട് കൊണ്ടുവരാനുള്ള ബാക്കിയുള്ള ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ എനിക്ക് തോന്നുന്നു അവിടാണ് ഈ ഒരു ക്രിട്ടിക്കാലിറ്റി ഇപ്പൊ തന്നെ ഇപ്പോ ഇതിൽ 21 ദിവസം മഴയുടെ ഒരു കാര്യം പറയുന്നുണ്ട്. ഇപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോ കാലാവസ്ഥ നന്നായിട്ട് എന്ന് പറയുമ്പോൾ ഉള്ള പ്രതീക്ഷ എന്താണ് കേണൽ? സോറി മാം, അതൊരു ബ്രേക്ക് ആയിപ്പോയിരുന്നു ഇടയ്ക്ക്. അതായത് ഞാൻ ചോദിച്ചത് ഇപ്പൊ 21 ദിവസം അവിടെ കനത്ത മഴയുണ്ടാകുമെന്ന സൂചന, അതാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. അപ്പോൾ ഈ 21 ദിവസത്തിന് ശേഷം വരുന്ന തെരച്ചിലിനെ കുറിച്ച് കൂടി കർണാടക പറയുന്നുണ്ട്. അതിന്റെ പ്രതീക്ഷ എന്താണ്? എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മളിപ്പോ 21 ദിവസം വരെ ഒരു ആക്ടിവിറ്റിയും ചെയ്ത് ഇരിക്കേണ്ട കാര്യമില്ല. കാരണം ആ 21 ദിവസം മഴ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ, അതായത് റിസ്ക് എടുക്കാൻ, അതായത് ഒരു ഡ്രൈവറിന് അത്രയും റിസ്ക് എടുക്കാൻ പറ്റാത്ത രീതിയിലേക്കുള്ള മറ്റു കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ ഒരു എക്യുപ്മെന്റ് കൊണ്ടുവരണം.
ഇപ്പൊ തമിഴ്നാട്ടിൽ നിന്ന് എനിക്ക് തോന്നുന്നു അതാണ് അവർ പ്ലാൻ ചെയ്യുന്ന തോന്നുന്നു. അങ്ങനത്തെ എക്യുപ്മെന്റ് ഒക്കെ കൊണ്ടുവരാൻ കുറച്ച് സമയമെടുക്കും. ആ സമയത്തിനകത്ത് നമുക്ക് ഈ എക്യുപ്മെന്റ്സ് എല്ലാം, അതായത് ഇനി നെക്സ്റ്റ് ഒരു സ്റ്റെപ്പ് ഫൈനലായിട്ട് ഒരു ട്രക്കിനെ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് അതായത് 100% ഗ്യാരണ്ടീഡ് ആയിട്ട് അതിനെ പുറത്തെടുക്കാമെന്ന് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു എക്യുപ്മെന്റ്, ആ എക്യുപ്മെന്റിനെ ലൊക്കേഷനിൽ കൊണ്ടുവരാനായിട്ട് ഈ സമയം ഉപയോഗിക്കണമെന്നാണ് നമ്മൾ പുറത്തുനിന്ന് നമുക്ക് പറയാൻ സാധിക്കുക. അപ്പൊ ആ ട്രക്ക് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ ഒരു സമയം നഷ്ടപ്പെടാതെ പിന്നെ അത് പുറത്ത് റിട്രീവ് ചെയ്യാൻ പറ്റും. അങ്ങനെ ആയിരിക്കണം എനിക്ക് തോന്നുന്നു ഇപ്പൊ അവരും പ്ലാൻ ചെയ്യുന്നത്. കാരണം ഇപ്പം താഴോട്ട് പുഴയിലേക്ക് ഇറങ്ങാൻ പറ്റില്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചെങ്കിലും ഒരു ഗ്യാപ്പ്, ഇപ്പൊ 21 ദിവസം എന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി അതൊരു വലിയൊരു പീരീഡ് ആണ്. പക്ഷെ അങ്ങനെ ഒരു കാലാവസ്ഥ ഫോർകാസ്റ്റ് ആണെങ്കിൽ അതിനകത്ത് നമുക്ക് അതിനെ ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല. ശരി, വളരെ നന്ദി റിട്ടയർഡ് കേണൽ എസ് ഡിനി ഈ ഘട്ടത്തിൽ നമുക്കൊപ്പം ചേർന്ന് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന്. അതിനിടെ ശിരൂരിൽ രക്ഷാദൗത്യം തുടരണമെന്ന ആവശ്യം കേരളം മുന്നോട്ട് വച്ചിരിക്കുന്നു. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കത്തയച്ചു എന്ന വിവരവും പുറത്തുവരുന്നു. അലക്സ് റാം മുഹമ്മദ് വിശദാംശങ്ങളുമായി. അലക്സ്, ഇത് നേരത്തെ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞതാണ്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഈ കത്തിലൂടെ പറയുന്നത് എന്താണ്? അനുജ, 13 ദിവസം നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിലും അർജുനെയോ ആ വാഹനത്തെയോ കണ്ടെത്താൻ സാധിക്കാത്ത പശ്ചാത്തലത്തിലാണ് കർണാടക ഈ രക്ഷാദൗത്യം തിരച്ചിൽ നിർത്തുന്നു എന്ന തരത്തിൽ വാർത്തകൾ പുറത്തു വരുന്നത്. ആ പുറത്തു വരുന്ന റിപ്പോർട്ടുകളോട് പ്രതികരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. മാത്രമല്ല, കേരളം ഔദ്യോഗികമായി ആവശ്യപ്പെടുകയാണ് കർണാടക സംസ്ഥാനത്തോട് ഈ രക്ഷാദൗത്യം തുടരണമെന്ന് സംസ്ഥാനം ആവശ്യപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ആവശ്യം ഉന്നയിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് കത്തയച്ചിരിക്കുന്നു. ഇപ്പോൾ ആവശ്യത്തിന് സംവിധാനങ്ങളും സജ്ജീകരണങ്ങളും അതുപോലെ സന്നാഹങ്ങളോടെയും ഈ രക്ഷാദൗത്യം തുടരണമെന്നാണ് കേരളം ആവശ്യപ്പെടുന്നത്, മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യപ്പെടുന്നത്. നിലവിൽ അർജുനെ കണ്ടെത്തുന്നതിനുള്ള രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ അഭിനന്ദിക്കുന്നുവെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. എന്നാണെങ്കിലും കേരളത്തിന്റെ നിലപാട് ഇതാണ്. അർജുനെയോ അതല്ല എങ്കിൽ ഇതൊരു തുമ്പ് കിട്ടുന്നതുവരെയോ ഈ അന്വേഷണം, ഈ തിരച്ചിൽ തുടരണം, ആ രക്ഷാദൗത്യം പൂർത്തിയാക്കണം. അത് ഇതുവരെ ഉപയോഗിച്ചിരുന്നത് പോലെ തന്നെ എല്ലാ സംവിധാനങ്ങളോടുകൂടെയും തന്നെ തുടരണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നു കേരളം, സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതാണ് രക്ഷാദൗത്യം തുടരണമെന്ന ആവശ്യം കേരളം മുന്നോട്ട് വച്ചിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് കത്തയച്ചിരിക്കുന്നു. ഇതുവരെ തുടർന്ന് പോകുന്ന സംവിധാനങ്ങൾ, വേണ്ടിവന്നാൽ കൂടുതൽ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ദൗത്യം തുടരണം എന്നുള്ള കേരളത്തിന്റെ ആവശ്യം ഔദ്യോഗികമായി തന്നെ കർണാടകത്തെ അറിയിച്ചിരിക്കുന്നു. ഇനി കർണാടകയുടെ ഭാഗത്തുനിന്ന് വരുന്ന നിലപാട് എന്ത് എന്നുള്ളതാണ് നിർണായകം. ശിരൂർ ദൗത്യം 13ാം നാൾ എത്തുമ്പോൾ ഈ ദൗത്യം അവസാനിപ്പിക്കുന്നുവെന്ന വിവരമാണ് അല്പസമയം മുൻപ് പുറത്തു വന്നത്. അതിന്റെ സൂചനകൾ ഇന്നലെ മുതൽ തന്നെ ഉണ്ടായിരുന്നുവെന്നാണ് ഞങ്ങളുടെ പ്രതിനിധികൾ പറഞ്ഞത്. ഇനിയിപ്പോൾ യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിൽ ഇതിൽ ഫൈനലായ ഒരു തീരുമാനമുണ്ടാകും. പക്ഷേ കേരളം പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു അല്ലെങ്കിൽ അവസാനിപ്പിക്കുകയാണോ, ഇതിലൊന്നും ഔദ്യോഗികമായ അറിയിപ്പ് ലഭിച്ചിട്ടില്ല. കൂടിയാലോചനകളിലൂടെ എടുത്ത ചില തീരുമാനങ്ങളുണ്ട്, അതൊന്നും നടപ്പാക്കിയില്ല. എന്തുകൊണ്ട് നടപ്പാക്കിയിട്ടില്ല എന്നതിലും വിശദീകരണമില്ല. അതുകൊണ്ട് ഈ ദൗത്യം തുടരണമെന്ന് കേരളം കർണാടകത്തോട് ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രി കത്തയച്ചിട്ടുണ്ട് കർണാടക മുഖ്യമന്ത്രിക്ക്.